നമ്മുടെ കർത്താവിനെ ഒരുമിച്ച് ഉയർത്താനായിട്ട് ലഭിക്കപ്പെടുന്ന ഈ നല്ല അവസരങ്ങൾക്കായിട്ട് യേശുവിന് മഹത്വം കൊടുക്കുന്നു. നിങ്ങളെല്ലാവരും ഉള്ള കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ശരീരത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ആയിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ഓൺലൈനിലൂടെ എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഗ്രീറ്റ് ചെയ്യുന്നു. പിന്നെ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ആയുസ്സിൽ ഇങ്ങനെ കർത്താവ് നീട്ടി തന്ന ഈ നല്ല അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ പോവാണ്. കൊളോസിയൻസിലേക്ക് നമുക്ക് വരാം. കൊളോസ് ലേഖനത്തിലേക്ക് നമുക്ക് വരാം. കൊളോസ് ലേഖനം 1-ാം അധ്യായത്തിലെ 10 മുതലുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കാം നിങ്ങൾക്ക് വേണ്ടി ചോദിക്കും. കൊളോസ് ലേഖനം 1-ാം അധ്യായത്തിന് 10 മുതലുള്ള വാക്യങ്ങൾ. ദയവായി 2 കാര്യം ഞാൻ നിങ്ങളെ ഇന്ന് ആവശ്യപ്പെടുന്നു. ഒന്ന്, വിലയേറിയ ശ്രദ്ധ. വിലയേറിയ ശ്രദ്ധ. കാരണം പറയാൻ പോകുന്ന കാര്യങ്ങൾ അത്രയ്ക്ക് പ്രഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ വിലയേറിയ ശ്രദ്ധ ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയത്തിലേക്ക് ഒന്നാമത് ഞാൻ ക്ഷണിക്കും. രണ്ടാമത്തെ കാര്യം വരെ പറയാം. കൊളോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളാണ്. അതിൽ പൗലോസ് കൊളോസോസിലുള്ള ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് പ്രധാനമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 9-ാം വാക്യം ആരംഭിക്കുന്ന ഈ പ്രാർത്ഥനയോടുകൂടി അതൊന്ന് വായിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ബാക്ക്ഗ്രൗണ്ട് പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. ഈ കൊളോസിയ സഭ എന്ന് പറയുന്നത് പൗലോസ് ഇവിടെ പോയി സ്ഥാപിച്ച സഭയല്ല. പൗലോസ് ഇവിടെ ചെന്നിട്ട് പോലില്ല. നിങ്ങൾ ആ 2-ാം അധ്യായത്തിന് 1-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും. നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല, ലവോദിക്കയിലുള്ളവർ എന്നെ കണ്ടിട്ടില്ല, അങ്ങനെ ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി. ലിറ്ററലി വിത്ത് ലിറ്ററൽ ഐസ് അവരാരും പൗലോസിനെ കണ്ടിട്ടില്ല. പക്ഷേ പൗലോസിന്റെ ബൈബിൾ ക്ലാസ്സിന് തുടർമാനമായി പോകുന്ന എപ്പഫ്രാസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ പൗലോസിൽ നിന്ന് കേട്ട വചനത്തിന്റെ വെളിപ്പാടുകൾ ഇവരുടെ നാട്ടിൽ പോയി പഠിപ്പിക്കാൻ തയ്യാറായി. അദ്ദേഹത്തിന്റെ നാട്ടിൽ കൊളോസി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി പഠിപ്പിക്കാൻ തയ്യാറായി. തുറന്നോസിന്റെ പാഠശാലയിൽ വെച്ച് പൗലോസ് അവിടെ പാർത്ത് കുറെ നാളുകൾ ദൈവവചനം പഠിപ്പിച്ചിരുന്നു. അപ്പൊ ആ സമയത്ത് മൈലുകൾ സഞ്ചരിച്ച് ഒരു ചെറുപ്പക്കാരൻ മീറ്റിങ്ങിന് വരുവായിരുന്നു. അവനിങ്ങനെ താമസിച്ചും എഴുതിയെടുത്തും അവന്റെ വചനത്തോടുള്ള ആർത്തി കണ്ടപ്പോഴേ പൗലോസിന് മനസ്സിലായി ഇവനെ ഇവിടെ തീകഷ്ണ അവനെ എവിടെയെങ്കിലൊക്കെ ഇത് എത്തിക്കും. സോ ഈ വചനം ഇങ്ങനെ അവന്റെ ഉള്ളിൽ കത്താൻ തുടങ്ങി. പൗലോസ് അന്ന് വരെ സംസാരിച്ചു കൊണ്ടിരുന്ന ആശയങ്ങൾ നിലവിൽ അവിടെ ഉള്ളതിൽ നിന്ന് ഒത്തിരി വിരുദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോസ്തലന്മാരെന്ന പേരുള്ളവർ പോലും പൗലോസിനെ ആ കാലത്ത് പ്രൊമോട്ട് ചെയ്തിരുന്നു. കാരണം പൗലോസിന്റെ ഉപദേശങ്ങൾ യേശുക്രിസ്തുവിൽ നിന്നുള്ള നേരിട്ടുള്ള വെളിപ്പാടിന്റെ ഉപദേശങ്ങൾ പലതും നിലവിൽ ഉണ്ടായിരുന്ന ആലോചനകൾക്ക് പലതിനും വിരുദ്ധമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെ എപ്പഫ്രാസ് എന്ന് പറയുന്ന ഈ സഹോദരൻ എന്തായാലും വന്ന് കേട്ടതെല്ലാം കൂടെ സംഗ്രഹിച്ചു. തനിക്കൊരു വലിയ ആഗ്രഹം തൻ്റെ നാട്ടിൽ പോയി ഇതൊന്നും പഠിപ്പിക്കണം. അങ്ങനെ ആ നാട്ടിൽ പോയി ഇത് പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു കൊച്ചു സഭ ഈ ഗ്രൂപ്പ് തുടങ്ങി, പ്രാർത്ഥിച്ചു തുടങ്ങി. അവിടെ ഇങ്ങനെ ആൾക്കാർ വരാൻ തുടങ്ങി. അവിടെ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി, അതിശയങ്ങൾ നടക്കാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് ഈ ചർച്ച് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് പെട്ടെന്ന് ഫോമായി. കൊളോസിയിൽ ആർക്കും പിടിച്ചു നിർത്താൻ പറ്റാത്ത നിലയിൽ കർത്താവിൻ്റെ ശരീരമാണ് സഭ വളർത്തപ്പെടാനിടയായി. ഇങ്ങനെ വളർത്തപ്പെട്ടപ്പോൾ അവിടുത്തെ ഒരു പ്രധാന പ്രശ്നമായിരുന്നു നോക്സ്റ്റിസിസം എന്ന് പറയുന്നത്, ജ്ഞാനവാദം. ജ്ഞാനവാദികളെല്ലാം അവിടെ കയറി ഈ കൊളോസിയ സഭയിൽ വരുന്നവരെ വല്ലാതെ ആക്രമിക്കാൻ തുടങ്ങി. ജ്ഞാനവാദം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ജഹോവ വിറ്റ്നസസിന്റെ വേറൊരു പതിപ്പാണ്. യേശു ദൈവപുത്രനാണ്, യേശു ദൈവമാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല. ഗബ്രിയേലിനെ പോലെ, മീകായേലിനെ പോലെ, അല്ലെങ്കിൽ അതുപോലുള്ള ദൂതന്മാരെ പോലെ ഒരാളാണ് യേശു എന്ന പഠിപ്പീരായിരുന്നു ജ്ഞാനവാദികൾ. യേശു ഒരു സൃഷ്ടിയാണ്, സൃഷ്ടാവല്ല എന്ന പഠിപ്പീരുകാരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പഠിപ്പീര് വല്ലാതെ ഈ സഭയിൽ പുതുതായിട്ട് വന്ന സഹോദരങ്ങളെ പിടിച്ചുലയ്ക്കാനിടയായി. അവർ ചോദിച്ച ചില ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം. ചിലപ്പം നിങ്ങൾക്ക് അല്പം കൺഫ്യൂഷൻ തോന്നുമായിരിക്കും. നിങ്ങൾ പറയുന്ന യേശു ക്രിസ്തു ജനിച്ചതല്ലേ, ദൈവത്തിന് ജനിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറയുന്ന യേശു വിശന്ന ആളല്ലേ, കർത്താവിന് വിശന്നേ, ദൈവത്തിന് വിശപ്പുണ്ടോ? ദൈവം ഹോം ഡെലിവറിക്ക് ഏതെങ്കിലും ഹോട്ടലിൽ വിളിച്ച് ബുക്ക് ചെയ്യാറുണ്ടോ? ദൈവത്തിന് വിശപ്പുണ്ടോ? നിങ്ങൾ പറയുന്ന യേശു ദാഹിച്ച യേശുവല്ലേ, ദൈവത്തിന് ദാഹമുണ്ടോ? വാട്ട് ഫൂളിഷ്നെസ് യു ആർ ടോക്കിംഗ്. ദൈവത്തിന് ദാഹമുണ്ടോ? നിങ്ങൾ പറയുന്ന യേശു മരിച്ചയാളല്ലേ, ദൈവത്തിന് മരണമുണ്ടോ? നിങ്ങൾ
നിങ്ങൾ പറയുന്ന യേശു കരഞ്ഞു, നിങ്ങൾ പറയുന്ന യേശു ക്ഷീണിച്ചു, നിങ്ങൾ പറയുന്ന യേശു ദുഃഖിച്ചു. ഇതൊക്കെ മനുഷ്യന്റെ വികാരമല്ല, ഇതൊക്കെ ദൈവത്തിന്റെ വികാരമാണ്. അപ്പൊ ഇങ്ങനെ ചോദിച്ച യേശുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കാൻ തയ്യാറായപ്പോ ഈ ദൈവത്വ നിഷേധത്തിനെതിരെ എഴുതിയ ലേഖനമാണ് കൊളോസ് ലേഖനം. അപ്പൊ കൊളോസ് ലേഖനം എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകും. കൊളോസ് ലേഖനത്തിൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, യേശു ദൈവമാണ്, അവിടുന്ന് ക്രിസ്തുവാണെന്ന് ഉറപ്പിക്കുക. വേറൊരു ഉദ്ദേശം കൊളോസ് ലേഖനത്തിനില്ല. 1-ാം അധ്യായം മുതൽ അവസാന അധ്യായം വരെ അവിടുന്ന് ക്രിസ്തുവാണ്, അവിടുന്ന് ക്രിസ്തുവാണ്, അവിടുന്ന് ക്രിസ്തുവാണ്, അവിടുന്ന് ദൈവമാണ്. ജീസസ് ഈസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവാണ്. യേശു മാത്രമല്ല, ഈസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവാണ് എന്ന വെളിപ്പെടുത്തലാണ് മുഴുവനായിട്ടുള്ളത്. ഇപ്പം നമ്മൾ വായിക്ക് നമ്മളൊക്കെ ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. സത്യത്തിൽ എനിക്കിത് ആഗ്രഹമുള്ളൂ, മറ്റൊന്നും പറയണമെന്നില്ല. ഞാൻ കുറച്ച് സമയം നമുക്ക് കേൾക്കാറ്. ഓക്കെ, ഇവിടെ ഈ പൗലോസ് 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് കേട്ട നാൾ മുതൽ ഇടപെടാതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ പൗലോസ് ഏതെങ്കിലും ഒരു മുറി കയറിയിരുന്നു ഓൾ ദ ടൈം കൊളോസിയിൽ, കർത്താവെ കൊളോസിയിൽ ഇന്ന ബ്രദർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മക്കള്, അദ്ദേഹത്തിൻ്റെ വീട്, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കോഴി, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പശു, ഇങ്ങനെ ലിറ്ററലി ഇരുന്ന് അവരുടെ പേര് പറഞ്ഞോ വിഷയം പറഞ്ഞോ ഒന്നും പ്രാർത്ഥിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. നിങ്ങളെ അവിടുത്തെ സ്തോത്രം ചെയ്യുന്നു. താങ്ക്സ് ഗിവിംഗ് ആണ് ഇവിടുത്തെ പ്രാർത്ഥന എന്ന് മെയിൻ ചെയ്തിരിക്കുന്നത്. ഇതേ കാര്യം തന്നെ തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോഴും കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോഴും എല്ലാം പൗലോസ് പറയുന്നുണ്ട്. നിങ്ങളെ ഓർത്തുകൊണ്ട് ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടെർമിനോളജി ശ്രദ്ധിക്കുക. നിങ്ങളെ ഓർത്തുകൊണ്ട് ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു എന്നല്ല, സ്തോത്രം ചെയ്യുന്നു എന്നാണ്. പ്രയർ ഈസ് നത്തിങ് ബട്ട് താങ്ക്സ് ഗിവിംഗ്. നന്ദി പറച്ചിലാണ് പ്രാർത്ഥന. വരിക, നിങ്ങളെ ഓർത്തുകൊണ്ട് ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. എന്താ പൗലോസ് പ്രാർത്ഥിക്കുന്നതിന്റെ ഉദ്ദേശം? പൗലോസിന്റെ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താ? 10-ാം വാക്യം നോക്കി. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായി സകല ജ്ഞാനത്തിലും, അതെടുക്കാൻ പറ്റുമെങ്കിൽ എടുത്താട്ടെ. ക്ലോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഇച്ചിരി വലിയ വാക്യമാണ്, അതുകൊണ്ട് തന്നെ നിർത്തി എടുത്താലേ നമുക്കത് മുഴുവൻ പിക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എടുത്തു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കാഴ്ച ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി. നമ്മൾ വായിച്ചു പോയ ഒത്തിരി വായിക്കണം സഹോദരങ്ങൾ. ഇനിയിപ്പോൾ അതൊന്ന് വായിച്ചു വിട്ടാൽ ആദ്യത്തെ ഒന്നും എടുക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 10-ാം വാക്യം ഇംഗ്ലീഷിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ അതിൻ്റെ അവസാനത്തെ ഭാഗം, ആൻഡ് ഇൻക്രീസിങ് ദ നോളജ് ഓഫ് ഗാഡ്. യു ഹാവ് ടു ഇൻക്രീസ് ഇൻ ദ നോളജ് ഓഫ് ഗാഡ്. കർത്താവിനെ കുറിച്ചുള്ള അറിവിൽ നിങ്ങൾ വർദ്ധിക്കണം. കർത്താവിനെ കുറിച്ചുള്ള അറിവിൽ നിങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടക്കാൻ പറ്റുന്നത്. കർത്താവിനെ കുറിച്ചുള്ള അറിവാണ് പൂർണ്ണ പ്രസാദത്തിനൊത്താണ് കർത്താവിന് യോഗ്യമാവണ്ണം നടപ്പാൻ എന്നെ സഹായിക്കുന്നത്. താഴേക്കൊന്ന് വായിച്ച്, യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായി സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് തിരിഞ്ഞു വരണം. നിങ്ങൾ ആത്മീയമായി സകല ജ്ഞാനത്തിലും വിവേകത്തിലും നിങ്ങൾ തിരിഞ്ഞു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവം ചെയ്ത് എന്താണെന്നറിയോ? തന്നെ കുറിച്ച് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ പ്ലാൻ ചെയ്തു. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നിങ്ങളും ഞാനും ആത്മീയമായി സകല വിവേകത്തിലും പരിജ്ഞാനത്തിലും വളർന്നു വരണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഈ വളർന്നു വരണമെന്ന് ദൈവം ആഗ്രഹിച്ചപ്പോൾ ദൈവം ചെയ്തത് എന്താണെന്നറിയാമോ? ഈ വളർച്ചയ്ക്ക് വേണ്ടി നമ്മെ തന്നെ ഒന്ന് അറിയിക്കാൻ പ്ലാൻ ചെയ്തു. തന്നെ കുറിച്ചുള്ള അറിവാണ് ആത്മീയ ജീവിതത്തിന്റെ തികവെന്ന് മനസ്സിലാക്കിയ ദൈവം എന്നെ തികയ്ക്കാൻ വേണ്ടി തന്നെ കുറിച്ചൊന്ന് അറിയിക്കാൻ പ്ലാൻ ചെയ്തു. 1-ാം അധ്യായത്തിൽ 1-2 വാക്യം കൂടെ താഴോട്ട് വന്നാട്ടെ. ദൈവമേ, 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യം കൂടെ താഴോട്ട് വന്നാട്ടെ. 28-ാമത്തെ വാക്യം നോക്കി. 28-ാമത്തെ വാക്യം, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി we preach and we teach Christ the crucified one. For what? Make everyone perfect in him. അവനിൽ തികഞ്ഞവരാക്കാൻ, മനുഷ്യന്മാരെ അവനിൽ തികഞ്ഞവരാക്കാൻ what we do? We preach and teach.
ഞങ്ങൾ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. Through the exhortation, through the preaching and teaching, we sending the knowledge of God to the people, and the people become perfect in Christ with the knowledge of God. So I am moving to the perfection by understanding more about Christ. യേശുവിനെ കുറിച്ചുള്ള കൂടിയ അറിവാണ് യേശുവിന്റെ പെർഫെക്ഷനിലേക്ക് എന്നെ നയിക്കുന്നത്. താല്പര്യമുണ്ടെങ്കിൽ എന്നോട് ചേർന്നൊന്ന് പറയാം ആ വാക്ക്. യേശുവിനെ കുറിച്ചുള്ള അറിവാണ് അവന്റെ പെർഫെക്ഷനിലേക്ക് എന്നെ നയിക്കുന്നത്. ഇവിടെ നോക്കി, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? ഏത് മനുഷ്യനെയും ക്രിസ്തു 28-ാം വാക്യം ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുന്നു. ഇന്നവരെന്നില്ല, ആരെ കിട്ടിയാലും ഞങ്ങൾ പ്രബോധിപ്പിക്കുന്നു, ഞങ്ങൾ ഉപദേശിക്കുന്നവനെ. എന്തിനാ? ഈ യേശുവിനെ കുറിച്ചുള്ള അറിവിൽ ഈ വ്യക്തി പെർഫെക്റ്റ് ആകാൻ. അത് തുടങ്ങുമ്പോൾ നോക്കി, ഞങ്ങൾ അവനെ അറിയിക്കുന്നതിൽ we preaching with a mission, we declaring Jesus with a mission. What is the mission? Make everyone perfect in him. അവനിൽ വിശുദ്ധനാക്കാൻ, അല്ലെങ്കിൽ അവനിൽ തികഞ്ഞവനാക്കാൻ. അപ്പൊ ആ പദം ഒന്ന് പറഞ്ഞു, അവനെ കുറിച്ചുള്ള അറിവാണ്. അവനെ കുറിച്ചുള്ള അറിവാണ് അവനെ കുറിച്ചുള്ള അറിവാണ് അവനിൽ എന്നെ തികയ്ക്കുന്നത്. എത്രത്തോളം നിങ്ങൾ യേശുവിനെയും യേശു ചെയ്യുന്നതിനെ കുറിച്ച് അറിയുന്നോ അത്രത്തോളം നിങ്ങൾ അവനിൽ തികഞ്ഞു വരും. ഹല്ലേലൂയ. താഴേക്ക് മേലത്തെ വാക്യവും താഴത്തെ വാക്യവും കൂടെ കണക്റ്റഡ് ആകട്ടോ. നിങ്ങളത് രണ്ടും കൂടെ ചേർത്ത് പിടിച്ചാലേ നിങ്ങൾക്ക് ഈ പറയുന്ന വാക്യങ്ങളെല്ലാം മനസ്സിലാവുകയുള്ളൂ. കാരണം കണ്ടോ, ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുമ്പോഴാ നിങ്ങൾ ഫലം കായ്ക്കുക. 10-ാം വാക്യം നോക്കി, സകല സൽപ്രവൃത്തിയിലും കണ്ടോ ഗുഡ് വർക്ക്സ് വരുന്നു, ഫ്രൂട്ട്സ് വരുന്നു, നോളജ് വരുന്നു, വിസ്ഡം വരുന്നു, റെവലേഷൻ വരുന്നു. പത്താം വാക്യം നോക്കി. And now we are walking worthy to the Lord. നമ്മൾ അവനെ യോഗ്യമാവണ്ണം നടക്കുന്നു. എങ്ങനെ? ആഫ്റ്റർ നോയിങ് ഹിം. അവനെ അറിയുമ്പോ, അവനെ കുറിച്ചുള്ള അറിവാണ് അവനെ യോഗ്യമാവണ്ണം എന്നെ നടത്തുന്നത്. അതൊരു വലിയ സത്യമാണ്. ഞാനത് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം. നിങ്ങൾ എവിടെയാണെന്നുള്ള അറിവാണ് ആ പൊസിഷന് യോഗ്യമാവണ്ണം നിങ്ങളെ നിർത്തുകയും നടത്തുകയും ചെയ്യുന്നത്. നിങ്ങൾ ഓഫീസിലാണെന്നുള്ള അറിവാണ് ആ ഓഫീസിനനുസരിച്ച് പ്രതികരിക്കാൻ നിങ്ങളെ യോഗ്യരാക്കുന്നത്. ചർച്ചിലാണെന്നുള്ള അറിവാണ് ചർച്ചിനനുസരിച്ച് ഇരിക്കുന്ന സ്ഥലത്തിനനുസരിച്ച് പ്രതികരിപ്പാൻ നിങ്ങൾ എവിടെയാണെന്നുള്ള അറിവാണ് ആ സിറ്റുവേഷൻ അനുസൃതമായി പ്രതികരിപ്പാൻ നിങ്ങളെ യോഗ്യരാക്കുന്നത്. ഇവിടെ നിങ്ങൾ യേശുവിലാണെന്നുള്ള അറിവാണ് അവനെ യോഗ്യമാവണ്ണം എന്നെ മാറ്റുന്നത്. നിങ്ങളെ വാക്കിലേക്ക് പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടക്കുക. അപ്പൊ കർത്താവിന് യോഗ്യമാവണ്ണം പൂർണ്ണ പ്രസാദത്തിനായിട്ട് നടക്കുന്നത് എങ്ങനെയാണ്? അവനെ കുറിച്ചുള്ള കൂടുതൽ അറിവിലാണ്, അവന്റെ ഹൃദയത്തെ കുറിച്ച്, അവന്റെ ഹൃദയം അറിയുന്നതിലൂടെയാണ്, അവിടുത്തെ മനസ്സിലിരിപ്പ് അറിയുന്നതിലൂടെയാണ് അവിടുത്തെ ഇഷ്ടത്തിനൊത്തവണ്ണം നടക്കുന്നത്. ആവർത്തിക്കട്ടെ ഞാൻ ആ വാക്ക്. അവിടുത്തെ മനസ്സിലിരിപ്പ് അറിയുന്നതിനനുസരിച്ചാണ് അവിടുത്തെ ഇഷ്ടത്തിനൊത്തവണ്ണം നടക്കുന്നത്. എന്നോട് ചേർന്നത് പറഞ്ഞു, അവിടുത്തെ മനസ്സിലിരിപ്പ് അറിയുന്തോറുമാണ് അവിടുത്തെ ഇഷ്ടത്തിനൊത്തവണ്ണം നടക്കുന്നത്. അവിടുത്തെ മനസ്സിലിരിപ്പ് അറിയാത്തപ്പോൾ നാം തെറ്റിദ്ധരിച്ച് ദൈവപാതയിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയുണ്ട്. കാരണം അവിടുത്തെ മനസ്സിലിരിപ്പ് അറിയുമ്പോഴാണ് അതിനനുസരിച്ച് നമ്മൾ നടക്കുന്നത്. നോക്കണം ഇവിടെ എന്തെല്ലാം പുറത്തു വരുന്നു. നിങ്ങൾക്ക് അടിവരയിടാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് അടിവര കിട്ടും. ഒന്ന്, യോഗ്യമാവണ്ണം നടക്കുന്നു. പറഞ്ഞ യോഗ്യമാവണ്ണം നടക്കുന്നു. പിന്നെ സകല ജ്ഞാനവും. പറഞ്ഞ സകല ജ്ഞാനവും. അടുത്തൊന്ന് പറഞ്ഞ സകല വിവേകവും. ഇഷ്ടം കൊണ്ട് നിറഞ്ഞവരായി മാറി. ഒന്ന് പറഞ്ഞ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞവരായി മാറി. അടുത്തത് പറഞ്ഞ സൽപ്രവൃത്തി. പറഞ്ഞ സൽപ്രവൃത്തി, ഫലം കായ്ക്കുന്ന അവസ്ഥ. ഉറക്കെ പറഞ്ഞേ ഫലം. 11-ാം വാക്യം നോക്കി, സകല സഹിഷ്ണുതയും. 11-ാം വാക്യത്തിന് 2-ാം ഭാഗം നോക്കി, ദീർഘക്ഷമ. 11-ാം വാക്യത്തിന് 3-ാം ഭാഗം നോക്കി, മഹത്വത്തിന്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം. 11-ാം വാക്യത്തിന് 4-ാം ഭാഗം നോക്കി, പൂർണ്ണ ശക്തിയോടെ ബലപ്പെടുന്ന അവസ്ഥ. ഹല്ലേലൂയ. എങ്ങനെ സംഭവിച്ചു? അവനെ കുറിച്ചുള്ള അറിവ്. വെരി സിമ്പിൾ. അവനെ അറിയുക. അടുത്തിരിക്കുന്ന ആളുകൾ തട്ടി വിളിച്ച് പറഞ്ഞു അവനെ അറിയുക. ആരൊക്കെ പറഞ്ഞിട്ട് അവനെ അറിയുക. എത്രത്തോളം അവനെ അറിയാൻ കഴിയുമോ അത്രത്തോളം അവനെ അറിയുക. ഈ അറിവാണ് യേശുവിൽ നമ്മെ തികയ്ക്കുന്നത്. സോ ഈ മുഖവര ഭാഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എന്നെ ദഹിക്കുന്നുണ്ടോ?
ദഹിക്കുന്നില്ലേ ഇച്ചിരി വെള്ളം കുടിച്ചു. 11 സകല സഹിഷ്ണുതയ്ക്കും ദീർഘശാന്തിക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടേണ്ടതിനും 12ാമത്തെ വാക്യം ലിസൺ കെയർഫുള്ളി. 12ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി. ഇവിടെയാണ് ഈ മെസ്സേജ് നിങ്ങളുടെ ഉള്ളതിലേക്ക് പറയുന്നത്. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിൽ ഉള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും. ഹലോ, എന്റെ കൂടെ വന്നു. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം ഒന്ന് പറഞ്ഞേ. വിശുദ്ധന്മാർക്ക് എനിക്ക് വെളിച്ചത്തിൽ ഉള്ള, ഉണ്ടാകേണ്ടതല്ല, ഉള്ള അവകാശം, അവകാശത്തിനായി നമ്മെ പ്രാപ്തനാക്കുക. അവകാശം is there, but I am not പ്രാപ്തൻ. അതാണ് പ്രോബ്ലം. അവകാശത്തിനായി നമ്മെ പ്രാപ്തർ. വിശുദ്ധന്മാരിൽ അവകാശം എന്നാ വെളിപ്പെട്ടെ? വിശുദ്ധന്മാരിൽ അവകാശം എന്നാ വെളിപ്പെട്ടെ? വിശുദ്ധന്മാരിൽ അവകാശം എന്നാ വെളിപ്പെട്ടെ? അയ്യോ, എന്നാ വിശുദ്ധരായി? വന്നേ പറ്റി പെട്ടെന്ന്. എഫിഷ്യൻസ് 1 എടുത്തേ. 4 വാക്യം ഒന്ന് വായിച്ചേ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. നോക്കിയ വാക്ക്. അപ്പൊ എപ്പോഴാണ് വിശുദ്ധരാക്കി? ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ വിശുദ്ധരാക്കിയതാ. പക്ഷെ ആ വിശുദ്ധരാക്കി എന്ന് അറിഞ്ഞപ്പോഴാണ് നമ്മൾ ആ വിശുദ്ധിയോട് പ്രതികരിച്ചത്. വിശുദ്ധരാക്കിയതെന്ന് ലോകസ്ഥാപനത്തിന് മുമ്പേ ആക്കിയതാ. മുമ്പേ തന്നെ നീ ഒരു ശരീരത്തെ ഒരുക്കി വെച്ചു. ആ ശരീരത്തിൽ വീണ്ടെടുപ്പിന്റെ പദ്ധതിയെ നീ ഒരുക്കി വെച്ചു. ആ ശരീരത്തിൽ വീണ്ടെടുപ്പിനെയും നീ ഒരുക്കി വെച്ചു. ആ ശരീരത്തിൽ ദത്തെടുപ്പിനെയും നീ ഒരുക്കി വെച്ചു. അവനിൽ എന്നെ കണ്ടു. ഹല്ലേലൂയ. പക്ഷെ കണ്ടത് ഞാൻ അറിഞ്ഞ അന്നാ. കണ്ട് എന്ന് ഞാൻ അറിഞ്ഞ അന്നാ. കണ്ടു എന്ന് ഞാൻ അറിഞ്ഞ അന്നാ. അതുകൊണ്ട് എനിക്ക് ഗുണമുണ്ടായി. അതായത് വായിക്കുന്നത്. അല്ലെങ്കിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ പറഞ്ഞട്ടെ, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. അങ്ങോട്ട് പോണ്ട. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ വിശുദ്ധരായി തിരഞ്ഞെടുത്തു. നോക്കിയേ, ഇവിടുത്തെ വിശുദ്ധീകരണത്തിന് നമ്മുടെ പ്രവൃത്തി കൊണ്ട് സാധ്യമല്ല എന്നുള്ള പോയിന്റ് സാധിക്കപ്പെടുന്നത് ഇവിടെയാണ്. കാരണം ഒരു പ്രവൃത്തി ചെയ്യാൻ നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരുമായി തിരഞ്ഞെടുത്തു. ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യാൻ നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മെ വിശുദ്ധരും നിഷ്കളങ്കരുമായി തിരഞ്ഞെടുത്തു. ഒരു പ്രവൃത്തിയും ചെയ്യാൻ നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പേ. ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങൾ ഞാനും ഉണ്ടോ? ആദമില്ല, പിന്നെ നമ്മൾ ആരും പറഞ്ഞുണ്ട് അല്ലേ? ചെവിടിയില്ലേ? ഉണ്ട്. ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ അവനിൽ തെരഞ്ഞെടുക്കുമ്പം ആദമില്ല അവിടെ. സൂര്യചന്ദ്രാദി നക്ഷത്രാദികൾ പോലും ഇല്ലാത്തതിന് മുമ്പേ എന്നെ അവനിൽ വിശുദ്ധനും നിഷ്കളങ്കനുമായി തെരഞ്ഞെടുത്തു. പക്ഷെ ഞാൻ ആ തെരഞ്ഞെടുപ്പിനോട് പ്രതികരിച്ചത് 8, 10, 15, 20 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും വിശുദ്ധനാക്കിയത് ലോകസ്ഥാപനത്തിന് മുമ്പാണ്. വിശുദ്ധനാക്കിയത് ഞാൻ അറിഞ്ഞത് 10, 12 വർഷം മുമ്പാണ്. പക്ഷെ അന്ന് മുതൽ ഞാൻ അറിയേണ്ട ഒരു കാര്യമുണ്ട്. അവനെ ഞാൻ എപ്പോ സ്വീകരിച്ചോ അപ്പോ എന്റെ പേര് വിശുദ്ധൻ എന്നാണ്. യേശുവിനെ സ്വീകരിച്ചപ്പോഴേ ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ ആരാണ്. ഉറക്കെ പറഞ്ഞേ, വിശുദ്ധനാണ്. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ. ഇനി 12ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. കൊളോസ്യർ 1:12 വാക്യം. വിശുദ്ധന്മാർക്ക് ഇങ്ങനെ യേശുവിനെ സ്വീകരിച്ച് വിശുദ്ധന്മാരായവർക്ക്, വിശുദ്ധി പ്രവൃത്തി ചെയ്ത് വിശുദ്ധന്മാരായവർക്കല്ല, യേശു എന്ന വിശുദ്ധനെ സ്വീകരിച്ച് വിശുദ്ധരായവർക്ക്. നിങ്ങൾക്ക് വിശുദ്ധരാകാം എന്ന് പറയുന്നതിന് മുമ്പേ കർത്താവ് തന്റെ സ്റ്റാൻഡേർഡ് ഞാൻ വിശുദ്ധനാകയാണ്. The criteria of your holiness is I am holy. That's why you are holy. ഞാൻ വിശുദ്ധനാകയാണ്. If I am not holy, then you are not also holy. ഞാൻ വിശുദ്ധനല്ലെങ്കിൽ നിങ്ങൾ വിശുദ്ധരാവുകയില്ല. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരാവുകയില്ല. മീൻസ് വാട്ട്? എന്റെ ഹോളിനെസ് ആണ് നിങ്ങളിൽ പ്രതിഫലിക്കുന്നത്. എന്റെ വിശുദ്ധിയാണ് നിങ്ങളിൽ പുറത്തു വരുന്നത്. നിങ്ങൾ വിശുദ്ധരായത് എന്റെ വിശുദ്ധിയാണ്. ഒന്ന് പറഞ്ഞ, ഞാൻ യേശുവിന്റെ വിശുദ്ധിയാണ് വിശുദ്ധനായി. ശിശുശിശുമല്ല പാപം. ഞാൻ യേശുവിന്റെ വിശുദ്ധിയാണ് വിശുദ്ധനായി. Thank God.
വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം എന്ന് പറഞ്ഞു. വിശുദ്ധന്മാർക്ക് അവിടെ നിർത്തി പറഞ്ഞു, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം. ഓക്കെ, അപ്പൊ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിൽ അവകാശം തുടങ്ങിയിട്ട് വർഷങ്ങൾ വലുതായി. എന്നെ അതിന് പ്രാപ്തനാക്കി. കണ്ടോ, അതവിടെ വായിക്കുന്നത് 12ാമത്തെ വാക്യം. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിനുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും, പ്രാപ്തരാക്കും എന്നല്ല, പ്രാപ്തരാക്കുകയും. ഇനി അടുത്ത് നോക്കി, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കും എന്നല്ല, വിടുവിച്ചു. ഇതെല്ലാം പ്രൂവ് ചെയ്യുന്ന ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് ഓൺ ദ ക്രോസ്. കംപ്ലീറ്റ്ലി നോക്കി ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കാം, വിടുവിച്ചു. അവകാശത്തിനായി നിങ്ങളെ പ്രാപ്തരാക്കും, പ്രാപ്തരാക്കുകയും. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്തു. ആക്കാം എന്നല്ല, ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാണ്. ഇത്രയും കാര്യം ചെയ്ത ആൾക്ക് നന്ദി പറയുന്നവരാകും. ഹല്ലേലൂയ. നിങ്ങൾ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചു. ഇവിടെയാണ് ദൈവമക്കളെ നമ്മുടെ കണ്ണ് തുറന്ന് നമ്മൾ കാണേണ്ട വിഷയങ്ങളുള്ളത്. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം. ഒന്നുറക്കെ പറഞ്ഞു, വിശുദ്ധന്മാർക്ക്. പുറകിൽ ഒന്ന് കൂടി ഇങ്ങോട്ട് വരാം. എഫെസ് ലേഖനത്തിലേക്ക് ഒന്നുകൂടെ വന്നേ. പെടുന്നു. എഫെസ് ലേഖനം 1-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. 11ാമത്തെ വാക്യം നോക്കി. 11 എഫെസ് 1:11. അവനിൽ നാം അവകാശം പ്രാപിക്കും എന്നല്ല, പ്രാപിച്ചു. നോക്കി എല്ലാം എൻഡ് ചെയ്യുന്ന നോക്കിയേ, ഡണ്ടിയില്ല. ഒരെണ്ണം പോലും ഡൂലല്ല. കിട്ടും പറഞ്ഞ ഒരെണ്ണം പോലും തിരുന്നില്ല. പ്രാപിച്ചു. അവനിൽ നാം അവകാശം പ്രാപിക്കും അല്ല, പ്രാപിച്ചു. പറഞ്ഞാട്ടെ, അവനിൽ ഞാൻ അവകാശം പ്രാപിക്കും. പറഞ്ഞ അവനിൽ ഞാൻ അവകാശം പ്രാപിച്ചു. അവനിൽ നാം അവകാശം പ്രാപിച്ചു. ഓൾറെഡി we obtained it. We have entered it. നമ്മൾ ഇതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അവകാശം നമ്മളിലുണ്ട്. പറഞ്ഞ അവന്റെ അവകാശം ഇതിലുണ്ട്. ഉറക്കെ പറ. ഇനി ക്ലോസ് ലേഖനത്തിലേക്ക് വാ. വെളിച്ചത്തിന്റെ അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും, കണ്ടോ, വിശുദ്ധന്മാർക്ക് 10ാം വാക്യം വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും. കണ്ടോ, ഇവിടെ യേശുവിനെ കുറിച്ചുള്ള അറിവ് എന്നെ പ്രാപ്തരാക്കി. എന്തിന്? വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായിട്ട് എന്നെ പ്രാപ്തനാക്കി. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ശ്രദ്ധിച്ചു കേട്ടോ. അത് വലിയൊരു ഡോർ ഓപ്പണിംഗ് ആയിരിക്കും ആ വാക്ക്. വിശുദ്ധന്മാർക്ക് ഒന്ന് പറഞ്ഞേ, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി എന്നെ പ്രാപ്തനാക്കുകയും. എന്നെ പ്രാപ്തനാക്കി. ഈ പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഓരോന്നും നമ്മൾ ക്ലെയിം ചെയ്യുന്നത്. ഞാനിത് പ്രാപിപ്പാൻ യോഗ്യനായതല്ല, എന്നെ യോഗ്യനാക്കിയതാണ്. പ്രാപ്തനാക്കി. പറഞ്ഞ പ്രാപ്തനായി അല്ല, പ്രാപ്തനാക്കി. വിശുദ്ധനായി അല്ല, വിശുദ്ധനാക്കി. നീതിമാനായി എന്നല്ല, നീതീകരിച്ചു. ഹലോ, പ്രാപ്തനാക്കി എന്ന് പറഞ്ഞാൽ അവന്റെ പ്രാപ്തിയല്ല ഞാൻ എന്നെ ആക്കിയത്. അവന്റെ പ്രാപ്തിയല്ല ഞാൻ ആയത്. ഒന്ന് പറഞ്ഞേ, യേശുവിന്റെ പ്രാപ്തിയാലാണ്. യേശുവിന്റെ പ്രാപ്തി ഇതൊക്കെ പറയുന്നതിന്റെ അർത്ഥം ഇല്ലാത്തതുകൊണ്ടാണ് എങ്കിലും എന്നെ പറഞ്ഞു പോകുന്നത്. യേശുവിന്റെ പ്രാപ്തിയാലാണ് ഞാൻ പ്രാപ്തനായത്. ഒന്ന് പറഞ്ഞേ. അതുകൊണ്ടാണ് ഈ അവകാശം സേഫ് ആയിരിക്കുന്നത്. എന്റെ പ്രാപ്തിയല്ല ഞാൻ ഇതിന് യോഗ്യനായതെങ്കിൽ എന്റെ പ്രാപ്തിയില്ലായ്മ ഇതിനെ ചോർത്തിക്കളയും. എന്റെ പ്രാപ്തിയാണ് ഇതെനിക്ക് നേടിത്തന്നതെങ്കിൽ എന്റെ പ്രാപ്തിയില്ലായ്മ ഇതിനെ നഷ്ടപ്പെടുത്തുകയല്ലേ. ഹലോ, ഹല്ലേലൂയ. എന്റെ ക്വാളിഫിക്കേഷനാണ് എനിക്ക് ഇതിനെ നേടിത്തന്നെങ്കിൽ എന്റെ ക്വാളിഫിക്കേഷൻ എനിക്ക് നഷ്ടപ്പെട്ടാൽ ഇത് പോകത്തില്ലേ? ഓഫ് കോഴ്സ് പോകും. ഇവിടെ ഇതെനിക്ക് കിട്ടിയത് വിശുദ്ധന്മാരിലുള്ള അവകാശം, യേശുവിലുള്ള അവകാശം എനിക്ക് കിട്ടിയത് എന്റെ പ്രാപ്തിയാലല്ല, എന്നെ വേറൊരാൾ പ്രാപ്തനാക്കിയതാണ്. ഞാൻ ആയതല്ല. ഉറക്കെ പറഞ്ഞു, ഞാൻ ആയതല്ല. ഒന്ന് പറഞ്ഞേ, ഞാൻ ആയതല്ല. ഹല്ലേലൂയ.
He made me. Jesus made me. Hallelujah. I don't make me myself. He made me. Hallelujah. His ability is working in me. It's not my ability. I am not worthy. He made me worthy. Hallelujah. ഇവിടെയാണ് ട്രസ്റ്റ് കൂടുന്നത്. മറ്റേത് മുഴുവൻ സെൽഫിലോട്ട് നോക്ക്. കണ്ണാടി കൊണ്ട് മുഖം നോക്കുന്നവരെയാ സെൽഫിലോട്ട്. അയ്യോ ഞാൻ യോഗ്യനാണോ, എന്റെ മൂക്ക് ശരിയല്ലല്ലോ, എന്റെ കണ്ണിന്റെ സൈഡ് ശരിയല്ലല്ലോ, എന്റെ ചെവിയുടെ സൈഡ്. അങ്ങനെ എപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും. ഇവിടെ നാം യോഗ്യരായത് നാം കാരണമല്ല. ഞാൻ കാരണമാണ്. ഞാൻ എന്നെ നോക്കണം. വേറൊരാൾ എന്നെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളെ മാത്രം നോക്കിയാൽ മതി. അയാൾ ഒരിക്കലും അപ്രാപ്തനാകത്തില്ല. ദഹിക്കല്ലായിരിക്കില്ല വാക്ക് അപ്രാപ്തൻ. വേറെ നല്ല വാക്ക് പറഞ്ഞ അയോഗ്യൻ. എക്സാക്ട്ലി. അവൻ അയോഗ്യനാവുകയില്ല. അതുകൊണ്ടാണ് യു ആർ സേഫ്. നിങ്ങളെ സംബന്ധിച്ച് യേശു ബലഹീനല്ല. എന്നെ പ്രാപ്തനാക്കി. ഒന്ന് പറഞ്ഞേ. അവകാശം എന്റേതാ. അവതാരം കൈപ്പറ്റാൻ വന്ന ദാസീദാസനുമായിട്ട് ഇവിടെ മാറിയിരിക്കണം. അങ്ങനെ ഓരോരോട് ഈ വഴിക്ക് വരണം. അവകാശം തിരിച്ചറിഞ്ഞ പുത്രന്മാരുണ്ടെങ്കിൽ കയറി നിൽക്കും. നിങ്ങൾ കരമൊക്കെ അടിക്കുമല്ലേ? അവതാരം കൈപ്പറ്റാൻ വന്ന ദാസൻ ഇരിക്കുന്ന പോലെ ഇവിടെ ഇരിക്കരുത്. അവകാശം തിരിച്ചറിഞ്ഞ മോനെ പോലെ ഇവിടെ ഇരിക്കുക. സൗഖ്യം എന്റെ അവകാശമാണ്. സമ്പത്ത് എന്റെ അവകാശം. അവതാരം കിട്ടുമായിരിക്കും. നോ, കൊണ്ടേ പോകും. ഇതെന്റെ അപ്പന്റെ. നിങ്ങളെ ഇതിന് പ്രാപ്തനാക്കിയിരിക്കുന്നു അവൻ. ഒന്ന് പറഞ്ഞേ, എന്നെ ഇതിന് പ്രാപ്തനാക്കിയിരിക്കുന്നു. യേശുവിനെ കുറിച്ചുള്ള അറിവ് എനിക്കൊന്നും അറിയില്ലായിരുന്നു. യേശുവിനെ കുറിച്ചുള്ള അറിവ് ഞാൻ വിചാരിച്ചിരുന്നത് എന്റെ ഉപവാസം, എന്റെ കണ്ണ് നീരും, എന്റെ തുരുത്തിയും ഇതൊക്കെ എന്നെ യോഗ്യനാക്കുന്നതാണ്. തുരുത്തി എന്റെ കണ്ണുനീരെല്ലാം കൂടെ ഓരോ തുള്ളി വീഴുമ്പോഴത്തേനും ഇങ്ങനെ നടത്തിയെടുത്ത് തുരുത്തിക്കകത്ത് ഒഴിച്ചു നോക്കുക, അടച്ചു നോക്കുക. പിന്നെ നാടിത്തവണ വീഴുമ്പോൾ ഇങ്ങനെ തുരുത്തിക്കകത്ത് എടുത്ത് നോക്കുക. ഇങ്ങനെ ഒത്തിരി കണ്ണുനീരാകുമ്പോൾ ആ തുരുത്തി ഇങ്ങനെ നിറഞ്ഞു വരുന്ന കാണുമ്പോൾ കൊള്ളാം കണ്ണുനീർ കാണുമ്പോഴും ഞാൻ മനസ്സറിയത്തുള്ളൂ. എല്ലാം തരാം. ഇങ്ങനെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ എന്റെ കണ്ണുനീര് നോക്കിയിട്ടല്ല എന്നെ പ്രാപ്തനാക്കി. ദൈവം എന്നെ പ്രാപ്തനാക്കിയത് യേശുവിനെ നോക്കിയിട്ടാണ്. His പ്രാപ്തി is my പ്രാപ്തി. ഒന്ന് പറഞ്ഞ അവന്റെ പ്രാപ്തിയാ എന്റെ പ്രാപ്തി. ഉറക്കെന്ന് പറഞ്ഞേ, അവനില ഞാൻ പ്രാപ്തനായി. വായ തുറന്നൊന്ന് പറഞ്ഞേ. അത് നിങ്ങളുടെ നാവിലൂടെ അതൊന്ന് കേൾക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കാരണം അതിൻ്റെ അത് ഭയങ്കര ട്രസ്റ്റാണ്. അതിനകത്ത് ഭയങ്കര ക്രിസ്ത്യൻ ലൈഫ് സിമ്പിൾ ആകുന്നത് ഇവിടെയാണ്. മറ്റേത് ഭയങ്കര പിരിമുറുക്കമാണ്. ഇന്നലെ പ്രാർത്ഥിക്കാൻ പറ്റിയില്ലല്ലോ, താമസിച്ചാണ് എഴുന്നേറ്റ് പോയി, കഴിഞ്ഞ് വന്നിട്ട് 3 മണിക്കൂർ പ്രാർത്ഥിക്കും. പറ്റാനായത് ഒരു 3 മണിക്കൂർ ഒരു ദിവസം പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ ഗിൽറ്റി കോൺഷ്യസ് ആവും. ഗിൽറ്റി അടിച്ച് താടിക്ക് കയ്യും കൊടുത്തിരിക്കും. ഹല്ലേലൂയ. കാരണം നമ്മുടെ ചിന്ത മുഴുവൻ എന്റെ 3 മണിക്കൂർ പ്രാർത്ഥനയിലും എന്റെ 21 ദിവസം ഉപവാസത്തിലും എന്റെ കണ്ണുനീരിലും ഉരുത്തിയിലും എന്റെ ജീവിതം നിൽക്കുന്നതെന്നാ. എന്റെ പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥിക്കാൻ 3 മണിക്കൂർ പറ്റിയോ? അത് കൃപയാ. അത് കിട്ടാൻ വേണ്ടിയല്ല, കിട്ടിയത് കൊണ്ടാ. ഉപവാസിക്കാൻ പറ്റിയോ? അതൊന്നും നേടാൻ വേണ്ടിയല്ല, നേടിയത് കൊണ്ടാ. എന്നതാ ഉപവാസം? പഞ്ഞക്കിടക്കലല്ല ഉപവാസം. ഞാൻ എന്റെ ഭാര്യയോട് സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയില് ഞാൻ ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി. ഇതാ ഉപവാസം. കേട്ടോ? ഞാൻ എന്റെ ഭാര്യയോട് സംസാരിച്ചോണ്ടിരുന്നത്, ഞാൻ എന്റെ അപ്പനോട് സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടെ സമയം ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിനിടെ പറഞ്ഞത്, അയ്യോ സമയം പോയത് അറിഞ്ഞില്ല, അയ്യോ നമുക്ക് ഉറങ്ങുണ്ട്. അപ്പൊ നോക്കിയേ, ഉച്ചയാണ്. 12 മണിയാകുമ്പോ കൈ വിറയ്ക്കുന്ന ആള് സമയം കടന്നുപോയി. എന്നിട്ടും 2ആയി 3ആയി ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി. എന്നാലില്ലേ, ഈ ബന്ധത്തിനിടയിൽ അതൊന്നും കേറി വന്നില്ല. ഇതാ ഉപവാസം. അല്ലാതെ മോഞ്ചം കൊണ്ട് ഓയോ നൽപ്പിക്കുന്ന നല്ല ഉപവാസം.
എന്നോട് വേണമെങ്കിയോ രണ്ടായാലും നിങ്ങൾക്ക് ഉണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഇത് ബന്ധമാ പ്രിയരെ, ഇത് മതമല്ല, ഇത് ബന്ധമാ, ഇത് മാർഗമാ. ഇത് മതമായിരുന്നെങ്കിൽ ഈ പറഞ്ഞതൊക്കെ അതിനകത്തുണ്ടായേനെ. ഇത് മാർഗമാകിയാൽ ഇവിടെ പ്രാധാന്യം ബന്ധത്തിനാ, റിലേഷൻഷിപ്പ്. ഒന്ന് പറഞ്ഞ അവനോടുള്ള ബന്ധം, ഉറക്കെ എന്ന് പറഞ്ഞ യേശുവിനോടുള്ള ബന്ധം. ഓ, കരമുയർത്തി ഒന്ന് പറഞ്ഞേ, അവനിൽ ഞാൻ പ്രാപ്തനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ഹല്ലേലൂയ എന്നല്ല, ഹല്ലേലൂയ എന്ന് പറഞ്ഞ. ക്ലോസിൽ 1:12 ഉറക്കം വായിക്കേ. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള ഇതിന് ഈ അവകാശത്തിന്റെ 2 കണ്ടീഷൻ ആയിട്ടുള്ള. ഒന്ന്, ഈ അവകാശം, this blessings or this inheritance is in the light. ഇത് വെളിച്ചത്തില, ഇരുട്ടിലില്ല, ഇത് വെളിച്ചത്തില. 2, ഈ അവകാശം വിശുദ്ധന്മാർക്കേ ഉള്ളൂ. ഈ 2 വാക്ക് പറഞ്ഞാൽ നമ്മളെല്ലാം കരയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വിശുദ്ധന്മാർക്കേ ഉള്ളൂ, നിനക്കൊന്നും തോടാനൊക്കത്തില്ല. സത്യത്തിൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ പോയിട്ട് വരണം പത്രോസിലേക്ക്. കാരണം ഈ വാക്യം ഒന്ന് വിശദീകരിച്ചാൽ അവിടുന്ന് മനസ്സിലാവും. നിങ്ങളോ പറ, നിങ്ങളോ 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 തന്റെ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം. ഓക്കെ, നിങ്ങൾ എവിടെ നിന്ന് എങ്ങോട്ട് വന്നു? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട. തിരഞ്ഞെടുത്തു ആരോ? നിങ്ങൾ തിരഞ്ഞെടുത്തു എന്നല്ല, തിരഞ്ഞെടുക്കപ്പെട്ട ജാതി നിങ്ങളാന്നാ പറഞ്ഞേ. അതിന്റെ വ്യത്യാസം മനസ്സിലായി. തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുന്നയാളുടെ ചോയ്സാണ്. നിങ്ങൾ വെളിച്ചത്തെ തിരഞ്ഞെടുത്തു എന്നല്ല, വെളിച്ചത്തിലേക്ക് നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നാ. ഹലോ, ഇരുട്ട് കിടന്നതിന്റെ ഇടയ്ക്ക് ഒരാൾ ഇറങ്ങി വന്നിട്ട് തിരഞ്ഞെടുത്തു. നീ ഇങ്ങോട്ട് വാ, ഇന്നയാളെ വാ, അത്ഭുത പ്രകാശത്തിലേക്ക് വാ എന്ന് പറഞ്ഞോണ്ട് അത്ഭുത പ്രകാശത്തിലേക്ക് എന്നെ അവൻ കൊണ്ടുവന്നു. ഞാൻ പോയതല്ല ഇഷ്ടം, എന്നെ എനിക്ക് ഇരുട്ട് കിടക്കുന്നതായിരുന്നു ഇഷ്ടം. കാരണം ഇരുട്ടിന്റെ പ്രവൃത്തികളായിരുന്നു ഇതിലുണ്ടായിരുന്നേ. എനിക്കെങ്ങനെ ഇരുട്ടിനെ ഒന്നും പോകാൻ താല്പര്യമില്ലായിരുന്നു, വിട്ടുപോകാൻ താല്പര്യമില്ല. അങ്ങനെ ഇരുന്ന എന്നെ എന്ത് ചെയ്തു? അത്ഭുത പ്രകാശത്തിലേക്ക് അവൻ വിളിച്ചു. എന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് ആക്കി എന്ന് പറഞ്ഞ് എന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് ആക്കി. എല്ലാവരും ഒന്ന് വായി തുറന്ന് പറഞ്ഞ് എന്നെ അന്ധകാരത്തിൽ നിന്ന് ടോർച്ച് കൈ തന്നിട്ട് തപ്പി കൈ പിടിച്ച് വന്നോ എന്ന് പറഞ്ഞു. നമ്മളെങ്ങനെയാ ചിന്തിക്കുന്നേ? അന്ധകാരത്തിൽ കിടന്നപ്പോ കർത്താവ് മേളിൽ ടോർച്ച് താഴോട്ട് ഇട്ട് തന്നു. ഞാൻ ആ ടോർച്ച് എടുത്തു. ദൈവമക്കളെ, ആ ടോർച്ച് എടുത്തിട്ട് ഞാൻ ഓരോ അറ്റത്തുനിന്നും അടിച്ചടിച്ചടിച്ചടിച്ച് ആ ലൈറ്റിൽ ഞാനിങ്ങനെ തപ്പി തടഞ്ഞു. നിങ്ങളെ വിടുവിച്ചതാ. പറഞ്ഞേ, നിങ്ങളെ അവിടുന്ന് ഒരാൾ പറിച്ചെടുത്തതാ. നിങ്ങളെ അവിടുന്ന് ഒരാൾ പൊക്കിയെടുത്ത് വേറൊരു സ്ഥലത്താക്കിയതാ. നിങ്ങളല്ല ഇതിന്റെ എഫോർട്ട് എടുത്തത്, വേറെ ഒരാളാ എഫോർട്ട് എടുത്തത്. ഹല്ലേലൂയ. ആ എഫോർട്ട് എടുത്തത് ക്രൂശിലായിരുന്നു. ആ എഫോർട്ട് എടുക്കുമെന്ന് പറഞ്ഞത് അത് നിയമിച്ചത് ലോകസ്ഥാപനത്തിന് മുമ്പായിരുന്നു. ഹല്ലേലൂയ. അവൻ എന്നോട് കരുണ തോന്നി. അവൻ എന്നെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചതേ. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ വിളിച്ചവനെ മാത്രം കണ്ടാൽ മതി, ഇനി അന്ധകാരത്തെ കാണരുത്. പക്ഷെ എന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഞാനിപ്പോഴും അന്ധകാരത്തെ പേടിച്ച് നടക്കുക. കഥ പറഞ്ഞെന്നറിയോ? ഇനി അത്ഭുത പ്രകാശത്തിലേക്ക് വന്നവന്റെ ഗുണഗണങ്ങൾ ഘോഷിക്കാനാ, അന്ധകാരം പറയാനല്ല. ഹലോ, ലിസൺ കേൾക്കൂടി. അന്ധകാരത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട നിങ്ങൾ ഭയങ്കര ഇരുട്ടം, എന്നോ പോരാട്ടം. ഇത് പറയണമെന്നല്ല പറയാ, അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ ഗുണം പറ. അവനെ കുറിച്ചൊന്നും അറിയാം. വിളിച്ചവനെ പറ്റി പറ. അടുത്തിരിക്കുന്ന ആളോട് പറ, വിളിച്ചവനെ പറ്റിയാ പറയണ്ട, അല്ലാതെ അന്ധകാരത്തിന്റെ കാട്ടിയെ പറ്റിയല്ല പറയണ്ട. ഭയങ്കര ഈ വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴേ അറിയാൻ പറ്റുന്നു.
ഭയങ്കര ഇരുട്ടാണ് വീട്ടിൽ. ഇവർ അന്ധകാരത്തിൽ വെളിച്ചത്തിലേക്ക് വിളിക്കപ്പെട്ടവരല്ലേ ബ്രദറെ? ആണ് ബ്രദറെ. എന്നാലും ഇവിടെ മൊത്തം ഒരു ഇരുട്ടാണ്. ഇയാൾ കണ്ണടച്ച് പിടിച്ചിരിക്കുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് പറഞ്ഞ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക്, അവകാശം തിരിച്ചറിയാത്ത അവസ്ഥയിൽ നിന്ന് അവകാശം കാണാൻ വെളിച്ചമുള്ള സ്ഥലത്തേക്ക്. ഹല്ലേലൂയ. അതവിടെ സംഭവിച്ചേ. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞില്ലേ? വിശുദ്ധന്മാർക്ക് അവകാശം ലോകസ്ഥാപനത്തിന് മുമ്പ് വിഭജിക്കപ്പെട്ടതാ. പക്ഷെ ഈ അവകാശത്തെ കണ്ടിരുന്നില്ല, അന്ധകാരം മൂടിയിരുന്നു. ഇവിടെ അത്ഭുത പ്രകാശമായിട്ട് അവൻ ഇറങ്ങി വന്നു. അത്ഭുത പ്രകാശമായിട്ട് ഇറങ്ങി വന്നവൻ എന്ത് ചെയ്തു? തന്റെ അവകാശത്തെ എന്നെ കാണിച്ചു. മോനെ, ഈ ഇരിക്കുന്നത് നിന്റെ പേർക്ക് എഴുതി വെച്ചിരിക്കുന്നതാ. മോളെ, ഈ എഴുതിയിരിക്കുന്നത് നിന്റെ പേർക്ക് എഴുതി വെച്ചിരിക്കുന്നതാ. എടുത്തോ 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 എടുത്തോ. ഇരുട്ട് തപ്പി തടയുമായിരുന്നു ഞാൻ. അവിടെ ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ എന്നോട് പറഞ്ഞു, ലോകസ്ഥാപനത്തിന് മുമ്പ് നിന്നെ വിശുദ്ധന് ദുഷ്കലകനുമായി തെരഞ്ഞെടുത്തിരിക്കുക. പക്ഷെ ഞാനത് കാണുന്നില്ലായിരുന്നു, കാരണം അത് അന്ധകാരത്തിൽ കിടക്കുകയായിരുന്നു. എന്നാൽ വെളിച്ചത്തിൽ വന്നപ്പോഴാ എനിക്ക് മനസ്സിലായി, എന്റെ പേർക്ക് ചിലതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ പേർക്ക് എഴുതി വെച്ചതെല്ലാം ഞാൻ കൊണ്ടേ പോകൂ. എന്റെ പേർക്ക് എഴുതി വെച്ചതെല്ലാം ഒന്ന് പറഞ്ഞേ, എന്റെ പേർക്ക് എഴുതി വെച്ചതെല്ലാം. Come on people of God, get it right now in the name of Jesus. Get the realization of the truth. This is the very moment God is going to open your eyes to see the hidden treasures in Christ Jesus. യേശു ക്രിസ്തുവിൽ മറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി കിടക്കുന്നവയെ കണ്ണു തുറന്ന് കാണാൻ ദൈവം നിങ്ങൾക്ക് തരുന്ന അവസരം ഇതാണ്. Hallelujah. There is inheritance. We obtained it. Hallelujah. When you receive Jesus as your personal Savior, remember, the very moment you receive Jesus as your personal Savior, you obtain the inheritance of God through Christ Jesus in the light. Hallelujah. Now you are walking in the light and you are finding it one by one and you are settling it. You are seeing it and you are saying it. നിങ്ങളത് കാണാൻ തുടങ്ങി, നിങ്ങളത് പറയാൻ തുടങ്ങി. യെസ്, ഇതെന്റെ പേർക്ക് എഴുതി വെച്ചിരിക്കുന്ന. നിങ്ങൾ വന്നപ്പോഴേ ആ ഇരുട്ടിൽ അവിടെ നിങ്ങൾക്ക് അവകാശങ്ങളെല്ലാം ഉണ്ടായിരുന്നു. God so loved the world. God didn't love Christian people. God so loved the world. That's why he divided his inheritance in divide as well. പലതായിട്ട് ദൈവം ലോകത്തെ സ്നേഹിച്ച് ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി അവൻ എല്ലാം ചെയ്തു കഴിഞ്ഞു. കാൽവരി ക്രൂശിൽ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു. പക്ഷെ ലോകത്തിലുള്ള എല്ലാവരും ഇത് കാണുന്നില്ല. എന്നാ കാര്യം എന്നറിയോ? ചെയ്തു കഴിഞ്ഞത് ഇരുട്ടി കിടക്കുക. ഹല്ലേലൂയ. എന്നാൽ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വന്നവൻ പറയും, അയ്യോ, ഇരുട്ടി തപ്പിത്തടയുന്ന ഗതികേടിലല്ല ഞാനുള്ളത്. ഞാൻ ക്ലിയർ ആയിട്ട് കാണുന്നു ബ്രദറെ, ഞാൻ ക്ലിയർ ആയിട്ട് കാണുന്നു. I am called, I am blessed, I am healed. Hey, come on. Hallelujah. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാ. Hallelujah. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാ. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി എന്നെ പ്രാപ്തനാക്കി ബ്രദറെ. എനിക്ക് വേറൊന്നും അറിയത്തില്ല. He made me. Hallelujah. He made me. Jesus and his life made me. എന്നിട്ട് എന്നോട് വചനം പറയുക, സ്റ്റാർട്ട് സീയിങ് ഇറ്റ്. കണ്ടിട്ട് യോഗ്യമാവണം നടക്ക്. ഇത് നിനക്കൊണ്ടെന്ന് അറിഞ്ഞിട്ട് ആ യോഗ്യത നീ നടക്ക്. ആർക്ക് മനസ്സിലായി? ചുമ്മാ കൈകൊട്ടാ, ഇത് മനസ്സിലാക്കി കൈകൊട്ടാ. ഇത് നിനക്കൊണ്ടെന്ന് അറിയ, എന്നിട്ട് ആ ഉണ്ടെന്ന് അറിഞ്ഞ യോഗ്യതയിലൊന്നും നടക്ക. Come on. Walk in the knowledge that you obtained it in Christ Jesus. You have it. Now you are walking in it. Walk in the knowledge of it. ഈ അറിവിലങ്ങോട്ട് നടക്ക്.
ഒന്ന് പറഞ്ഞ ഈ അറിവിലൊക്കെ നടക്കുക. അയ്യോ, ഇതിലേക്കാ വന്നിരിക്കുന്ന അറിവിലൊക്കെ നടക്കുക. ഒന്ന് പറഞ്ഞ ഇതിലേക്കാ. ഈ നടപ്പെന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിൽ കാലുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന നടപ്പിനെ അല്ല ഉദ്ദേശിക്കുന്നത്. ലീവ്, ജീവിക്കുക എന്നുള്ള ആശയം. It's a continuous process for practical Christian life. It's a lesson for the practical Christian life. പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടിയുള്ള പാഠമായിരുന്നു. ഡെയിലി യു ഹാവ് ടു ഗ്രോ ഇൻ ദ നോളജ് that it is finished and it is fulfilled. Everything is given on the cross for you as freely, and you entered it. He made you holy. He made you able. You were not qualified. He made you qualified. അവൻ നിന്നെ യോഗ്യനാക്കി. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ അവൻ എന്നെ അവൻ എന്നെ യോഗ്യനാക്കി. ഞാനായതല്ല, വിശുദ്ധന്മാരുടെ അവകാശത്തിനായിട്ട് എന്നെ പ്രാപ്തനാക്കി. ഞാൻ പ്രാപ്തനായെന്നാണോ നോക്കി? ഒന്നുകൂടെ നോക്കി. 11ാമത് വാക്യം. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കി. പറഞ്ഞ പ്രാപ്തരാക്കി എന്ന് പറഞ്ഞ എങ്ങനെ പറയണ്ടേ? സത്യം പറഞ്ഞത് പറയാൻ എനിക്കറിയില്ല. എങ്ങനെ അത് പറയണ്ടേ? ഇങ്ങനെ പറയാം, മനസ്സിലാവുമായിരിക്കും. നോക്കി, യേശു എന്താ ചെയ്തത് നിങ്ങൾ അറിയാതിരിക്കരുത്. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള അവകാശത്തിന് മാറി നിന്നിരുന്ന എന്നെ, ആ വീട്ടിലോട്ട് കയറാൻ യോഗ്യനല്ലായിരുന്ന എന്നെ, കല്യാണ വസ്ത്രം ഇല്ലാതെ ആർക്കും അകത്ത് കയറാൻ ഒക്കത്തില്ല, അങ്ങനെ ഈ ചന്തസ്ഥലത്ത് കിടന്ന എന്നെ എന്ത് ചെയ്യുന്നറിയോ? വേറെ ഉടുപ്പ് പിടിച്ച് ഷേവ് ചെയ്യിച്ച് സുന്ദരനാക്കി കൊണ്ട് ഇരുത്തിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോനെ മേശപ്പുറത്തിരിക്കുന്നത് നിനക്കുള്ളതാ കേട്ടോ, നീ ഇനി ചോദിച്ചോണ്ടിരിക്കരുത്. നമ്മുടെ പ്രശ്നം ഇതാ, നമ്മളിങ്ങനെ വെളിച്ചത്തിന്റെ അവകാശം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും ചോദിച്ചോണ്ടിരിക്കുക. ഇവിടെ പറയാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നന്ദി പറയാനാണ്. കണ്ടില്ലേ? കണ്ടില്ലേ? നിങ്ങൾ പൂർണ്ണ പ്രസാദനായി പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. 13ാമത്തെ വാക്യം. ഭയങ്കര മീനിങ്ങാ. അന്ധകാരത്തിന്റെ നമ്മെ 13ാം വാക്യം കണ്ടോ? നമ്മെ കണ്ടോ? ഇരുട്ടിന്റെ അധികാരം, ഇരുട്ടിന്റെ അധികാരം ഒരിക്കലും എന്നെ വിട്ടിരുന്നില്ല. പവർ ഓഫ് ഡാർക്ക്നെസ് എന്നെ ഇതുവരെ അനുഭവിക്കരുതെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചപ്പോ എന്ത് ചെയ്തു? ആരോ അത് തലേ കൈവച്ചിട്ട് ഭൂം എന്ന് പറഞ്ഞപ്പോ പൊട്ടിപ്പോയെന്നല്ല വായിച്ചു. വിടുവിച്ചു. അപ്പൊ ഇവിടെ ഇരിക്കുന്നവരാരോ? വിടുവിക്കപ്പെടാനുള്ളവരല്ല, വിടുവിച്ചു. പറഞ്ഞോട്ടെ, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. വിണ്ടൂല. വായി തുറന്ന് പറ, വിടുവിച്ചു. വിടുവിച്ചു. ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മെ ഉറക്കെ പറഞ്ഞു, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു. ഉറക്കെ പറ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു. വിടുവിച്ചു. അവനാ എല്ലാം ചെയ്തേ. കണ്ടോ? ഞാനൊന്നും ചെയ്തതല്ല, ഞാൻ വിടുവിക്കപ്പെടുക മാത്രമേ ചെയ്തോളൂ. എന്നെ ഇതാ സംഭവിച്ചത്. അവിടെ ഇരുട്ടി കിടന്ന് എന്നെ അവിടുന്ന് പൊക്കിയെടുത്ത് ഞാൻ ജസ്റ്റ് താങ്ക് യു ജീസസ്. ഇവിടെ ഈ ഇരുട്ടിന്റെ അധികാരം എന്ന ആ ടേമിനെ ഒന്ന് എടുത്ത് ചിന്തിച്ചാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. കാരണം ഇത് അടുത്ത അധ്യായത്തിൽ ഭയങ്കരമായിട്ട് വിശദീകരിക്കുന്ന ഭാഗമാണ്. കൊളോസ്യർ 2-ാം അധ്യായത്തിൽ ഇത് വിശദീകരിക്കുകയാണ്. നിങ്ങളൊന്ന് കേട്ടത്, കൊളോസ്യർ 2-ാം അധ്യായത്തിൽ ഒന്ന് കേട്ടത്. അത് 14 മുതലുള്ള വാക്യം നോക്കി. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരിക്കുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം and having spoiled the principalities and powers.
Principalities and powers was there. അതവിടെ ഉണ്ടായിരുന്നു. Power was ruling over me. Principalities was ruling over me. കർത്താവ് എന്ത് ചെയ്തു? കണ്ടോ? വാഴ്ചകളെ അധികാരികളെ ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. കണ്ടോ? അവരെ പരസ്യമായി കാഴ്ചയാക്കി. അവിടെ ക്രൂശിൽ പറഞ്ഞ വാക്ക് ക്രൂശിൽ. അപ്പം വിശുദ്ധന്മാരുടെ വെളിച്ചത്തിനുള്ള അവകാശത്തിനായിട്ട് എന്നെ പ്രാപ്തനാക്കിയത് എപ്പോഴാണ്? ക്രൂശിൽ. പ്രാപ്തനാക്കിയത് ഞാൻ അറിഞ്ഞത് ക്രൂശില്ല, പക്ഷെ അവകാശം എനിക്ക് തന്നത് ലോകസാമരത്തിന് മുമ്പാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞു. തിരിച്ചു വരാം. ഓക്കെ, ഇനി നിങ്ങൾ 1-ാം അധ്യായത്തിലേക്ക് വന്നേ. അപ്പൊ നിങ്ങൾക്ക് ആശയം കൂടുതൽ അവിടുന്ന് പിടിക്കാൻ പറ്റും. 13-ാമത്തെ വാക്യം, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ കണ്ടോ? ഇവിടെ ഇനിഷ്യേറ്റീവ് ആരായിരുന്നേ? വിടുവിക്കപ്പെട്ടവനെ വിടുവിച്ചവനെ. വിടുവിക്കപ്പെട്ടവനെ വിടുവിച്ചവന്. റിസ്ക് ആർക്കാ? വിടുവിച്ചവന്. ആര് വിടുവിച്ചു? വിടുവിച്ചു. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു, വേറെ ഒരു രാജ്യത്തിലാക്കി വെച്ചു. ഇവിടെയാണ് രാജ്യത്തോട് അത് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാ പറഞ്ഞേ, നിങ്ങൾ ഇനി അന്വേഷിച്ചാൽ മതി. അവന്റെ രാജ്യം നീതി അന്വേഷിപ്പി. കിങ്ഡം ഓഫ് ഗോഡിൽ ഉള്ളതാ അത്. എന്താ കിങ്ഡം ഓഫ് ഗോഡ്? എന്താ ദൈവരാജ്യം? നീതിയും സമാധാനവും ദൈവരാജ്യം. അപ്പൊ അന്വേഷിക്കാൻ പറഞ്ഞേനാ, നിങ്ങൾ വന്നിരിക്കുന്നിടത്ത് അതുണ്ട്. വെളിച്ചത്തിലുള്ള അവകാശം, വെളിച്ചത്തിലുണ്ട് അവകാശം. ഹലോ, വെളിച്ചത്തിൽ ഒന്ന് പറഞ്ഞേ, വെളിച്ചത്തിലുണ്ട് അവകാശം. ഹല്ലേലൂയ. 13 മതി. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച സ്നേഹസ്വരൂപനായ തന്റെ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. എന്നെ എങ്ങനെയും ഒന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കണമേ എന്ന് പ്രാർത്ഥിക്കണം എന്നല്ല പറഞ്ഞേ. ആക്കി വെച്ചവന് നന്ദി പറയണമെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞ ഇത് മുഴുവൻ ചെയ്ത് കഴിഞ്ഞു. പറഞ്ഞ ഇത് മുഴുവൻ ചെയ്ത് കഴിഞ്ഞു. നിന്നെ ആക്കി വെച്ച് കഴിഞ്ഞു. ഉറക്കെ പറ, എന്നെ ആക്കി വെച്ച് കഴിഞ്ഞു. വായിലൊന്ന് പറ, എന്നെ ആക്കി വെച്ച് കഴിഞ്ഞു. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാണ് ഞാൻ ഉള്ളത്. ഹല്ലേലൂയ. അന്ധകാരത്തിൽ നിന്നെ വിടുവിച്ചതാ. പറഞ്ഞേ, വായി തുറന്ന് പറഞ്ഞേ, അന്ധകാരത്തിൽ നിന്നെ വിടുവിച്ചതാ. ഞാൻ ഇരുട്ടിലല്ല. ഉറക്കെ പറ, എനിക്കൊരു അന്ധകാരമില്ല, ഒരു ബന്ധനം എനിക്കിപ്പോ ഇല്ല. ഉണ്ടായിരുന്നു പലതും, എല്ലാം വന്ന് അഴിച്ചപ്പോഴെ പൊട്ടിച്ചു കളഞ്ഞു. അതിനെ പരസ്യക്കാഴ്ചയാക്കി എന്നെ വലിയ ജയത്തിലേക്ക് നയിച്ചു. കരമടിച്ചു യേശുവിന് മഹത്വം കൊടുക്കും. ഇപ്പോൾ തന്നെ കർത്താവ്, ഞാൻ ഇങ്ങനെ ആവശ്യപ്പെടുന്നു, ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു. ഈ നിന്റെ മക്കൾ ഇത് അറിയുമ്പോ തന്നെ അവരിലുള്ള സൗഖ്യം പുറത്തോട്ട് ഒഴുകട്ടെ, അവരിലുള്ള ദൈവശക്തി പുറത്തോട്ടായിരിക്കട്ടെ, അവരിലുള്ള അഭിഷേകം പുറത്തോട്ടായിരിക്കട്ടെ. ഈ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ നടക്കേണ്ടതിന് അവരുടെ കണ്ണുകളെ തുറന്നാട്ടെ. പരിശുദ്ധാത്മാവ് ഈ സത്യത്തെ അവർ ഗ്രഹിക്കട്ടെ. എല്ലാ മക്കളും ഒന്ന് ചില നിമിഷങ്ങൾ വായ്കളെ തുറന്ന് യേശുവിനെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ എന്നെ ആക്കി വെച്ചിരിക്കുന്നുണ്ട്. ഇല്ല 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 ഇല്ല, ഞാൻ ഇവിടെ കിടക്കത്തില്ല, ഞാൻ ഇവിടെ ഒതുങ്ങത്തില്ല. ഞാൻ ഒന്ന് വായി തുറന്ന് പറഞ്ഞു, ഒന്ന് വായി തുറന്ന് പറഞ്ഞു, ഞാനിവിടെ ലോകമെമ്പാട് ഞങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ, നിങ്ങളുടെ കമ്പ്യൂട്ടർ റൂമിൽ, നിങ്ങളുടെ ലാപ്ടോപ്പിൽ, നിങ്ങളുടെ വായിസിൽ ഈ ദൈവശക്തി നിങ്ങളിലേക്ക് പകരപ്പെടുന്നത് എനിക്ക് അറിയാനും അനുഭവിക്കാനും കഴിയും. പുറത്തുനിന്ന് മുട്ടുന്നവരല്ല നിങ്ങൾ, അകത്ത് കയറി പ്രാപിച്ചവരാണ് നിങ്ങൾ. അന്വേഷിക്കുന്നവരല്ല നിങ്ങൾ, കണ്ടെത്തപ്പെട്ടവരാണ് നിങ്ങൾ. അന്വേഷിക്കുന്നവരല്ല നിങ്ങൾ, കണ്ടെത്തപ്പെട്ടവരാ നിങ്ങൾ. പുത്രന്റെ രാജ്യത്തിൽ ഈ
സ്തുതിച്ചു പാടിടും. മഹിമൈ ഉമക്ക് ഈ എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. അങ്ങ് വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. You are great, you are great, you do miracles so great, there is no one else like you, there is no one else like you. Are great, you do miracles so great, there is no one else like you, there is no one else like you. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്തവൻ, ഉമ്മെ പോലെ ആരുമില്ലേ, ഉമ്മെ പോലെ ആരുമില്ലേ. You are great, you do miracles so great, there is no one else like you. ഉമ്മെ പോലെ ആരുമില്ലേ. Hey, you are great God, നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്തവൻ, ഉമ്മെ പോലെ ആരുമില്ലേ, ഉമ്മെ പോലെ ആരുമില്ലേ. അങ്ങേ പോലെ ആരുമില്ലേ. യേശു വലിയവൻ, എല്ലാം തന്നു തീർത്തവൻ, അമ്മെ പോലെ ആരുമില്ലേ, ഉമ്മെ പോലെ ആരുമില്ലേ. യേശു ചെയ്തവൻ, എല്ലാം ചെയ്തവൻ, അങ്ങെ പോലെ ആരുമില്ലേ, അങ്ങെ പോലെ ആരുമില്ലേ ഇല്ലപ്പാ. യേശു ചെയ്തവൻ, എല്ലാം ചെയ്തവൻ, ക്രൂശിലെല്ലാം ചെയ്തവൻ, അങ്ങെ പോലെ ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണം. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചിട്ട് യേശു ഇന്ന് വിഷമിക്കുന്ന ഒരു മേഖല ഞാൻ പറയാം. ഞാൻ അവരെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു, പക്ഷെ അവരുടെ ആൾക്കാർ ഇപ്പോഴും പറഞ്ഞു നടക്കുന്ന അവരെ അന്ധകാരത്തിലാണ്. അവരുടെ ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് വിടുവിക്കണമേ എന്നാ. അവരുടെ ആൾക്കാർ പ്രാർത്ഥിച്ചിട്ട് പറയുന്നത് ഒരു ഇത്രയും കൂടെ അന്ധകാരം കാണുന്നുണ്ട്. അവരുടെ ആൾക്കാർ അവരുടെ വീടുകളിൽ പോയി പറയുന്നത് ബന്ധനമുണ്ട്, ചില പോരുകൾ കത്തിനിപ്പുണ്ട്. കർത്താവ് സഖി കേട്ടിട്ടാവുള്ള കേട്ടോ. ഞാൻ ആ കർത്താവിന്റെ ഹൃദയം അറിഞ്ഞു പറയുക, കർത്താവ് സഖി കേട്ടിട്ടാവുള്ളേ. ഒരു പ്രാവശ്യം കൂടെ വന്ന് ക്രൂശി മരിക്കാൻ അവിടത്തേക്ക് പറ്റില്ലല്ലോ. കാരണം വൺസ് ഫോർ ഓൾ, ഒരിക്കലായി എന്നേക്കുമായിട്ട് അവിടുന്ന് മരിച്ച് ഏകയാകത്താൽ സദാകാലത്തേക്ക് സൽഗുണമൂർത്തി അവിടുന്ന് വരുത്തിയില്ലേ. ഒരു പ്രാവശ്യം കൂടെ വന്ന് മരണം ആസ്വദിച്ച് നിങ്ങളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കാൻ ഇനി കഴിയുകയില്ലല്ലോ. പക്ഷേ ഇന്ന് വിടുവിച്ചു എന്ന് അറിയുമ്പോഴാ നന്ദി പറയാൻ തുടങ്ങുന്നേ. വിടുവിച്ചു എന്ന് അറിഞ്ഞില്ലെങ്കിലാ വിടുവിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. അപ്പൊ ഒരു വിടുവിക്കണമേ എന്ന് പറയുന്നെങ്കിൽ ഓർത്തോണം, അവൻ വിടുവിച്ച കാര്യം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വിടുവിച്ചതിന് നന്ദി പറയാൻ അവനില്ല, വിടുവിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തോ പറയണെന്നാ പറഞ്ഞേ, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചവന് നിങ്ങൾ നന്ദി പറയുന്നവരാകണം. ഒന്ന് പറഞ്ഞേ, നന്ദി പറയുന്നവരാകണം എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യവും നിങ്ങൾ മീറ്റിംഗ് വെക്കുമ്പോൾ വരണം, കർത്താവ് വിടുവിക്കണമേ എന്ന്. ആട് കരച്ചിലുമായിട്ട് ആ പ്രാർത്ഥന അവസാനിപ്പിക്കരുത്. ആടിന്റെ കരച്ചിലും കൊണ്ട് ആ പ്രാർത്ഥന അവസാനിപ്പിക്കരുത്. വിടുവിക്കണമേ, തരണമേ. തന്നു കഴിഞ്ഞതുകൊണ്ട്, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചതുകൊണ്ട് ഹൃദയപരമാർത്ഥതയോടെ കർത്താവിന് നന്ദി പറയണം. നന്ദി പറയുമ്പോ തന്നു കഴിഞ്ഞുവെന്ന് നിങ്ങൾ അറിഞ്ഞത് ദൈവം അറിയും.
ഹല്ലേലൂയ. തന്നു കഴിഞ്ഞു എന്നുള്ള സത്യമാണ്. പക്ഷെ നന്ദി പറയുന്നതിലൂടെ മാത്രമേ അത് നിങ്ങൾ അറിഞ്ഞെന്ന് ദൈവം അറിയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഫിലിപ്പിയർക്കാർക്ക് പറയുന്നത്, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഈ സ്തോത്രത്തോടെ അറിയിക്കാൻ. നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കാനല്ല പറഞ്ഞത്, ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കാൻ. നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയാനല്ല പറഞ്ഞേ. ഹല്ലേലൂയ. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ പറയാൻ, നിങ്ങളുടെ ആവശ്യങ്ങളുടെ അകത്ത് സ്തോത്രം പറയാൻ, നിങ്ങളുടെ ആവശ്യങ്ങളുടെ അകത്ത് സ്തോത്രം പറയാൻ. ഇന്ന് നിങ്ങൾക്ക് ആവശ്യം ഒരു വീടാണ്, നിങ്ങൾക്ക് ആവശ്യം ഒരു വാഹനമാണ്, നിങ്ങൾക്ക് ആവശ്യം ഒരു വിസയാണ്, നിങ്ങൾക്ക് ആവശ്യം ഒരു പെർമനന്റ് റെസിഡൻസ് ആണ്, നിങ്ങൾക്ക് ആവശ്യം എന്തും ആയിക്കോട്ടെ. ആ ആവശ്യം പറയാനല്ല പറഞ്ഞേ, ആവശ്യങ്ങൾക്ക് സ്തോത്രം പറയാൻ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ആ ആവശ്യം ദൈവം തന്നു കഴിഞ്ഞു എന്ന് അറിഞ്ഞ് നന്ദി പറയാൻ. ആ ആവശ്യം ദൈവം തന്നു കഴിഞ്ഞു, പറഞ്ഞോട്ടെ, തന്നു കഴിഞ്ഞു. ആ മടിയില്ലാതൊന്ന് പറഞ്ഞേ, തന്നു കഴിഞ്ഞു, ലഭിച്ചു കഴിഞ്ഞു. ഉറക്കെ പറ, ലഭിച്ചു കഴിഞ്ഞു. ഉറക്കെ പറ, എന്നെ പ്രാപ്തനാക്കി, ഇരുട്ടിന്റെ അധികാരത്തിൽ തന്നെ വിടുവിച്ചു. നിങ്ങൾ ഈ അധ്യായങ്ങൾ മുഴുവൻ വായിച്ചു നോക്കുകയായിരുന്നു. ഞാൻ പറയുന്ന ഒന്നോ രണ്ടോ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണ്ട. ഞാനിത് നിങ്ങൾക്ക് വേണ്ടി വായിക്കാം ആദ്യം മുതലൊക്കെ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയോ. ഹല്ലേലൂയ. 11 വാക്യം, സകല സഹിഷ്ണുതയിലും ദീർഘക്ഷമയ്ക്കുമായി തന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും. ഇവിടെ നോക്കി അത് വിശദീകരിക്കാൻ ഞാൻ. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള 11 വാക്യം, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. എന്നിട്ട് പറയാം, അവനിലെല്ലാം ഉണ്ട്, അവനിലെല്ലാം ഉണ്ടെന്നേ, അവനില്ലാത്ത ഒന്നുമില്ല. നിങ്ങൾ കയറി വന്നിരിക്കുന്നിടത്ത് എല്ലാം ഉണ്ട്. കാരണം അവനെല്ലാമാണ്. അവന് നിങ്ങൾക്ക് എല്ലാം തരാൻ പറ്റും, കാരണം അവനെല്ലാമാണ്. അതോട് വിശദീകരിക്കുന്നത്. കേട്ടെ, അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ, ഈ അത്ഭുത പ്രകാശത്തിൽ വന്നു കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് വരുന്ന ചിന്ത എന്നറിയും, പാപത്തിന്റെ കാര്യം എങ്ങനെ, കഴിഞ്ഞ കാലത്തിന്റെ കാര്യം എങ്ങനെ. അതുകൊണ്ട് ആ വാക്യത്തിൽ എഴുതി വെച്ചത്, അവനിൽ വന്നിരിക്കുന്നവനിൽ, നിങ്ങളെ ഈ രാജ്യത്താക്കിയവനിൽ, കണ്ടില്ലേ, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നവനിൽ നിങ്ങൾക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. 14 വാക്യം വായിച്ചു. 14 അവനിൽ നമുക്ക് പാപമോചനം എന്ന അവനിൽ നമുക്ക് അവനിൽ എനിക്ക് ഉറക്കെ പറ, അവനിൽ യേശുവിൽ എനിക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. എന്തുകൊണ്ട് അവനിൽ എനിക്ക് പാപമോചനം എന്ന് വീണ്ടെടുപ്പുണ്ട്? അതാ അടുത്തത്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സൃഷ്ടിക്കും ആദിജാതനുമാവൻ. അവൻ അദൃശ്യനായ ദൈവം ആയതുകൊണ്ടാണ് എനിക്ക് അവനിൽ അതുള്ളത്. He is the image of the invisible God. He is the image. The word icon. He is the icon. He is the icon of the invisible God. Invisible Godനെ ആരും കണ്ടിട്ടില്ല. ആരും ഒരു നാളും കണ്ടിട്ടില്ലാത്ത ഇൻവിസിബിൾ ഗോഡിന്റെ ഇമേജ് അവൻ. കാണാത്ത ദൈവത്തിന്റെ കാണുന്ന രൂപം അവൻ. അവനിലാണ് നിങ്ങൾ ഇരിക്കുന്നത്, അവനിലേക്കാണ് നിങ്ങളെ കൊണ്ടുവന്നേ. ഇനി നിങ്ങൾ നിങ്ങളിലല്ല. ഒന്ന് പറഞ്ഞേ, ഞാൻ എന്നിലല്ല, ഞാൻ അവനില്ല. അവർക്ക് പറ, ഞാൻ എന്നിലല്ല, ഞാൻ അവനില്ല. അവനാരാ? അതാ ഇനി ഞാൻ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, ഞാനും അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. അവനിലൂടെ എവിടെ നിന്ന് തുടങ്ങി? ഇൻ ദ ബിഗിനിങ് വായിച്ചിട്ടില്ലേ? ആദിയില് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തനി പ്രതിമയായിട്ടാ സൃഷ്ടിച്ചേ. ആരുടെ? ദൈവത്തിന്റെ തനി പ്രതിമയായിട്ട്. ഉപദേശിവർ എന്റെ കൂടെ വരുന്നില്ല. ദൈവം മനുഷ്യനെ ആദ്യമേ സൃഷ്ടിച്ച ഓർമ്മയില്ലേ? അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും, ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഓർത്ത്, ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. ഇമേജ് എന്ന് പറഞ്ഞേ, ഇമേജ്. എന്നിട്ട് പറയാം, ഹി ഈസ് ദ ഇമേജ് ഓഫ് ദി ഇൻവിസിബിൾ ഗോഡ്. ആരാ? ജീസസ്. എന്നിട്ട് പറയും, ഇൻ ഹിം വി ഹാവ് റിഡംപ്ഷൻ. ഇല്ല, വെറുതെ ഞാനിപ്പോ പറഞ്ഞൊന്ന് പറയാം. You have the redemption in him. Whom? In Christ. Who is that Christ? He is the image of the invisible God. Which means what?
Adam, the first man, was fallen somewhere. Where? From the image. This Jesus is restoring the same. Amen. Amen. Yes. Now you got it. Hallelujah. The first man, ഒന്നാം മനുഷ്യൻ ഈ സാദൃശ്യത്തിൽ നിന്നാണ്, ഈ ഇമേജിൽ നിന്നാണ് വീണത്. Hallelujah. ആ സാദൃശ്യത്തിൽ നിന്നാണ് വീണത്. Amen. So through Jesus, God is restoring the same. What? The same image. അതുകൊണ്ട് അവിടെ പറയുന്നത് He is the image of the invisible God. അതെന്ന് നോക്കിയിട്ട് പറഞ്ഞു, Adam is the image of the invisible God. Yes. Hallelujah. ആദം അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. Amen. God created Adam in His image and likeness. Same word, same terminology, same usage here. Where? In verse, which verse is that? Hallelujah. Is it 15? Yeah, 15. He is the image of the invisible God. The firstborn of every creation. He is the firstborn. He is the firstborn. Now restoring the firstborn. Hey, come on. Restoring the. It's all mysteries, man. Come on, take it right now. Hallelujah. Christ is the firstborn. Hallelujah. ഒന്ന് പറഞ്ഞാൽ പദം, Christ is the firstborn. അവൻ സർവസൃഷ്ടിക്കും ആദിജാതൻ. അവൻ സർവസൃഷ്ടിക്കും ആദിജാതൻ. In that ആദിജാതൻ we have redemption. എന്ന് അന്ന്. Now it's revealing. Hallelujah. എന്ന് വീണ്ടെടുപ്പ് അന്ന്. എവിടെ? അവനിൽ. Now it's revealing. Through Him. In Him we have the redemption. വായിച്ചു നോക്ക് 14-ാമത്തെ വാക്യം. അവന് നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും. He is the image. He is the very image. Adam was fallen from the image. Now restoring the same. Amen. Giving the same through Christ. Hallelujah. എന്ന് പറഞ്ഞാൽ ഫോളിന് മുമ്പുള്ള ആദത്തെ പോലെ ഇൻ ക്രൈസ്റ്റിൽ അവളെ ആക്കിയിരിക്കുന്നു. More than that. ആദത്തിന്റെ വീഴ്ച പരിജ്ഞാനം ഇല്ലായ്മയിലാണ്. ആദം ആരാണെന്നുള്ള അറിവിനെയാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത്. പക്ഷെ പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചത് പരിജ്ഞാനത്തിലാണ്. താൻ ആരാണെന്നുള്ള അറിവില്ല. ഹലോ, താൻ ആരാണെന്നുള്ള അറിവില്ലായ്മയില്ല ഫസ്റ്റ് മാൻ വീണേ. താൻ ആരാണെന്നുള്ള അറിവില്ല സെക്കൻഡ് മാനെ സൃഷ്ടിച്ച്. പരിജ്ഞാനത്തിൽ പുതുക്കം പ്രാപിച്ച് സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചു കൊടുക്കും. പരിജ്ഞാനത്തിനായി പറഞ്ഞേ, പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിച്ച, നിങ്ങൾ പറയുന്നില്ല, ഉറക്കം പറഞ്ഞേ, പരിജ്ഞാനത്തിനായി അതൊന്നും പറ, പരിജ്ഞാനത്തിനായി ഉറക്കം പറ, പരിജ്ഞാനത്തിനായി, പരിജ്ഞാനത്തിൽ, എന്താ പദം പറയാത്ത എല്ലാവരും പറഞ്ഞു, പരിജ്ഞാനത്തിൽ പുതുക്കം പ്രാപിക്കുന്ന 10-10 വാക്യം. കൊളോസ്യർ 3:11 നോക്കി. തന്നെ സൃഷ്ടിച്ചവരുടെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി 3:10 കൊളോസ്യർ 3:10 പുതുക്കം പ്രാപിക്കുന്ന കേട്ടോ, പുതിയ മനുഷ്യനെ ധരിച്ചു കൊടുത്തിരിക്കുന്നുവല്ലോ. This new man. 10 വാക്യം വായിച്ചു. 3:10 തന്നെ സൃഷ്ടിച്ചവന്റെ and put on the new man. Who is this new man? Which is renewed. The new man is renewed in the knowledge after the image of Him whom He that created Him. Think going back to the beginning. Creation. The second man in Christ. When you receive Jesus as your personal Savior, remember what happened. You are going back. Where?
from the image. Your forefather Adam was fallen from the image. Now Jesus is restoring the same through him, and we got the privilege to enter in by faith in Christ, faith of God. Verse 10. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. Put on the new man. The new man is renewed after the knowledge of God. ഒന്ന് പറഞ്ഞേ, പുതിയ മനുഷ്യൻ പരിജ്ഞാനത്തിൽ പുതുക്കം പ്രാപിക്കുന്ന. പഴയ മനുഷ്യന്റെ പ്രശ്നം എന്നാ? പരിജ്ഞാനത്തില വീണേ, അറിവില്ലായ്മയില വീണേ. പുതിയ മനുഷ്യന്റെ ഗുണം എന്നാ? അറിവിലാണ് വളരുന്നേ. ഹല്ലേലൂയ. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. 10-ാം വാക്യം, 3:10 കണ്ടില്ലേ? തിരിച്ചു വന്നാട്ടെ, 1-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. പെട്ടെന്ന് 14-ാമത്തെ വാക്യം. അവന് നമുക്ക് പാപമോചന എന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. ഈ പ്രതിമയിലാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പ്രതിമ എന്നോട് ഉദ്ദേശിക്കുന്ന അർത്ഥം അത് മനസ്സിലാണെങ്കിൽ നിങ്ങൾ അതിന്റെ മൂലാർത്ഥത്തിലുള്ള ആശയം കേൾക്കണം. തനതായ രൂപത്തിൽ ഒന്നിനെ ഉണ്ടാക്കിയെടുത്തിട്ട് തന്റെ ജീവൻ തന്നിലേക്ക് പകരുക. തനതായ രൂപത്തിൽ ഒന്നിനെ ഉണ്ടാക്കിയെടുത്തിട്ട് തന്റെ ജീവൻ അതിലേക്ക് പകരുക. തനതായ രൂപത്തിൽ ഒന്നിനെ ഉണ്ടാക്കിയെടുത്തിട്ട് തന്റെ രൂപത്തിൽ ഒന്നിനെ ഉണ്ടാക്കിയെടുത്തിട്ട് തന്റെ ജീവൻ അതിലേക്ക് പകരുക. തന്നെ പോലെ തന്നെ ഒന്നിനെ ഉണ്ടാക്കുക. ഒന്ന് പറഞ്ഞേ, തന്നെ പോലെ തന്നെ. ഉറക്കെ പറ. തന്നെ പോലെ തന്നെ ഒന്നിനെ ഉണ്ടാക്കുക, എന്നിട്ട് അതിലേക്ക് തന്റെ ജീവനെ പകരുക. തന്നെ പോലെ തന്നെ ഒന്നിനെ ഉണ്ടാക്കിയിട്ട് തന്റെ ജീവനെ അതിലേക്ക് പകരുക. ഒന്ന് പറഞ്ഞു. തന്നെ പോലെ തന്നെ ഒന്നിനെ ഉണ്ടാക്കിയിട്ട് അതാ ഇവിടെ ചെയ്തു. ഇൻ ക്രൈസ്റ്റ് എന്നെ അവനെ പോലെ ആക്കിയിട്ട് അവന്റെ ജീവനെ എന്നിലേക്ക് പകർന്നു. ഹലോ, ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞു, യേശു ക്രിസ്തുവിൽ എന്നെ യേശുവിനെ പോലെ ആക്കിയിട്ട് യേശുവിന്റെ ജീവനെ എന്നിലേക്ക് പകർന്നു. ഉറക്കെന്ന് പറഞ്ഞു, യേശുവിന്റെ ജീവനെ യേശുവിനെ പോലെ എന്നെ ആക്കിയിട്ട് എന്റെ മേൽ പകർന്നു. പറഞ്ഞിട്ട് അർത്ഥം, ഞാൻ ഇന്ന് യേശുവിനെ പോലെ ആകാൻ ശ്രമിക്കേണ്ട, ഞാൻ ഇന്ന് യേശുവിനെ പോലെ ആകണം. 1-ാം മനുഷ്യന്റെ വീഴ്ച ആക്കാം എന്ന വാക്കിലായിരുന്നു. ദൈവത്തെ പോലെ ആക്കാം തിന്നാൻ. 2-ാം മനുഷ്യന്റെ ഉയർച്ച ആണെന്നുള്ള അറിവില്ല. 1-ാം മനുഷ്യൻ വീണത് ആക്കാമെന്ന വഞ്ചനയില്ല. 2-ാം മനുഷ്യന്റെ ഉയർച്ച ആണെന്നുള്ള അറിവില്ല. ഞാൻ ആണ് പറഞ്ഞ, ഞാൻ ആകുന്നു. ആകേണ്ട ആവശ്യമില്ല, ആകുന്നു. ഞാൻ ആകുന്നു. പറഞ്ഞിട്ട് ഞാൻ ആകുന്നു. എന്നെ വിടുവിച്ചിരിക്കുന്നു. ഞാൻ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാകുന്നു. പറഞ്ഞേ, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാകുന്നു. എന്നെ അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ചു. ഞാൻ അത്ഭുത പ്രകാശത്തിലായിരിക്കുന്നു. ഉറക്കെ പറ. വിശുദ്ധന്മാരുടെ വെളിച്ചത്തെ അവകാശത്തിനായി എന്നെ പ്രാപ്തനാക്കി. ആക്കും എന്ന ചിന്തയല്ല. ആക്കും എന്ന് പറയുമ്പോൾ യു ആർ ഫോളോയിങ്. ആണ് എന്ന് പറയുമ്പോൾ യു ആർ റെയിനിങ്. വീഴിക്കാൻ സാത്താൻ ഉപയോഗിച്ച തന്ത്രം ആക്കാമെന്ന, വാഴിക്കാൻ ദൈവം ഉദ്ദേശിച്ച തന്ത്രം ആണ് എന്ന. പറയണം, വീഴിക്കാൻ സാത്താൻ ഉപയോഗിച്ച തന്ത്രം ആക്കും എന്നായിരുന്നു. ആക്കാം എന്നായിരുന്നു. എന്നാൽ ആക്കി എന്നതാണ് ദൈവം വാഴിക്കാനായി. ചാക്കോ. Praise God. Bless you. You are blessed. Stay blessed. Amen. Hallelujah. ആക്കി എന്ന അറിവിൽ നിന്നാണ് ആദ്യത്തെ വീഴ്ച. സെയിം തിങ് ആയിരുന്നു സംഭവിക്കുന്നത്. ജീസസിലൂടെ നമുക്ക് എന്തെല്ലാം കിട്ടി എന്നുള്ള അറിവിനെ അങ്ങ് മറയ്ക്കും. എന്നിട്ട് പറയും, ഒന്നും കിട്ടിയിട്ടില്ല, ഇനി കിട്ടണം. യാത്രയാതികഠിനം പ്രതികൂലങ്ങൾ അനുനിമിഷം പകൽ മേഘസ്തംഭം രാത്രിയാഗ്നി തുണ. ഓരോ ദിവസവും കഷ്ടിച്ച് ബുദ്ധിമുട്ടി. രാവിലെ ചെങ്കടൽ, ഉച്ചയ്ക്ക് യോർദാൻ, പിന്നെ ഈശാനമൂലം, പുറകിൽ മിദ്യാന്യർ, മുമ്പിൽ അമാലേക്ക്, ഇടത്തും വലതും ഗിർഗസിലും യെബൂസ്യരും. ഇതിന് നടുവിലൂടെ നീ ഇങ്ങനെ കഷ്ടിച്ച് ഒരു പരുവത്തിൽ എസ്കേപ്പിസം എടുത്ത് ഇരിക്കുന്ന സമയത്ത് നിന്നെ ചേർക്കാനായിട്ട് നമ്മുടെ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവദൂതന് തോറ്റ മടവാട്ടി എടുക്കാൻ എന്റെ മടവാള വരുമെന്ന് ഞാൻ ചിന്തിക്കുന്നേയില്ല.
ഇവിടെ എല്ലാവരുടെ കരിമ്പുഞ്ഞൂസ് പോലെ ഇടിച്ച് പിഴിഞ്ഞ് പഞ്ചപരുവത്തിലാക്കി വെച്ചിരിക്കുന്ന മണവാട്ടിയെ ചേർക്കാൻ എന്റെ കർത്താവ് വരുമെന്ന് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. എന്റെ കർത്താവ് വരിക തന്നെ ചെയ്യും. പക്ഷെ അവൻ വരുന്നത് പൂർണ്ണ മഹത്വത്തോടെ ലോകത്തെ പിടിച്ചടക്കിയ മണവാട്ടിയെ സ്വീകരിക്കണം. എന്റെ കർത്താവ് വരിക തന്നെ ചെയ്യും. സഭ അവൻ ചേർക്കുക തന്നെ ചെയ്യും. പക്ഷെ പരാജയപ്പെട്ട സഭ ഇവിടുന്ന് കൊണ്ടുപോകത്തില്ല. പിന്നെ ജയാളികളുടെ സഭ ഇവിടുന്ന് കൊണ്ടുപോകത്തുള്ളൂ. ജയാളികളുടെ കൂട്ടത്തെ ഇവിടുന്ന് കൊണ്ടുപോകത്തുള്ളൂ. ജയിക്കുന്നവനാ പുതിയ പേര് കൊടുക്കുന്നേ, തോറ്റവനല്ലെന്നേ. ജയാളിയെ ചേർക്കാൻ വേണ്ടി അവൻ വരുന്നേ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അവന്റെ ജീവനാൽ നീ ഇവിടെ ജയാളിയാ. കാരണം അവനെ പോലെ നിന്നെ ആക്കിയിരിക്കുക. നിന്നെ വഞ്ചിക്കുന്ന ഏകതന്ത്രം, റിമെമ്പർ, ഞാൻ എപ്പോഴും പറയുന്ന വാക്ക് ഞാൻ ആവർത്തിക്കാം. ഹവ്വയെ വ്യഭിചാരം ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടില്ല. ഹവ്വയെ മോഷണം നടത്താൻ പ്രേരിപ്പിച്ചിട്ടില്ല. ഹവ്വയെ കൊലപാതകം ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടില്ല. സാത്താൻ അറിയാം ഇതൊന്നും പ്രേരിപ്പിച്ചാലും നടക്കത്തുമില്ല. പക്ഷെ സാത്താൻ തന്ത്രപരമായിട്ട് ഉപയോഗിച്ച തന്ത്രം എന്നാണെന്നറിയോ? നീ ആരാണെന്നുള്ള അറിവിനെ അങ്ങോട്ട് മോഷ്ടിച്ചു. ആ അറിവിനെ അങ്ങ് ഇല്ലാതാക്കി. എന്നിട്ട് പറഞ്ഞു ആകാൻ ശ്രമിച്ചോ. കാരണം സാത്താൻ അറിയാം ശ്രമിക്കുന്നവൻ വീഴും, വിശ്വസിക്കുന്നവൻ ജയിക്കും. ശ്രമിക്കുന്നവൻ വീഴും, വിശ്വസിക്കുന്നവൻ ജയിക്കും. ഒന്ന് പറഞ്ഞ എന്നോട് ചേർന്ന്, ശ്രമിക്കുന്നവൻ വീഴും. കാരണം ശ്രമിക്കുന്നവൻ ജഡത്തെ ആശ്രയിക്കും, വിശ്വസിക്കുന്നവൻ ദൈവത്തെ ആശ്രയിക്കും. ദൈവത്തെ ആശ്രയിക്കുന്നവരുടെ ദൈവം ഇറങ്ങും, ശ്രമിക്കുന്നവന് വേണ്ടി ജഡം പോകും. ഇപ്പൊ നിങ്ങളെ റെസ്റ്റോർ ചെയ്ത് കേട്ടോ, റീറെസ്റ്റോർ ചെയ്ത് കേട്ടോ, റെനോവേറ്റ് ചെയ്ത് കേട്ടോ. വി ആർ റിന്യൂഡ് എന്ന് പറഞ്ഞേ, റിന്യൂഡ് ആഫ്റ്റർ ദ നോളജ് ഓഫ് ക്രൈസ്റ്റ്. യേശുവിന്റെ പരിജ്ഞാനത്തിൽ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. യു ആർ ബോൺ ഇൻ ദ നോളജ്. You are growing in the knowledge. അതുകൊണ്ട് അവിടെ പറയാം, നിങ്ങൾ പരിജ്ഞാനത്തിൽ അങ്ങോട്ട് നിറഞ്ഞാച്ചാൽ മതി. നിങ്ങൾ ആരാണെന്നുള്ള അറിവിൽ അങ്ങോട്ട് നിറഞ്ഞാച്ചാൽ മതി. ഒന്നിനും നിങ്ങളെ വീഴിക്കാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ല, സകലവും നിങ്ങളെ കാൽക്കീഴിലാകും. സകലവും തുടങ്ങിക്കോ, ഏറ്റെടുത്തോ, സ്വീകരിച്ചോ. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇവിടെയിരിക്കുന്ന ഓരോ വ്യക്തികളെ, യുവനക്കാരെ, സഹോദരങ്ങളെ, പിതാക്കന്മാരെ, മാതാക്കന്മാരെ, നിങ്ങൾ എല്ലാവരെയും ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ ഈ സത്യം നിങ്ങൾ അറിയണമേ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ് ഈ സത്യം. ഹല്ലേലൂയ. അവനിൽ എല്ലാം നൽകപ്പെട്ട് കഴിഞ്ഞു. അവനിൽ നൽകപ്പെടാത്തതായിട്ടൊന്നുമില്ല. Jesus, in him, hallelujah, all the deity of God dwelleth us bodily. അവനിൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നു. In him, in Jesus, he made us perfect. Hallelujah. നമ്മെ അവനിൽ പരിപൂർണരാക്കിയിരിക്കുന്നു. ആക്കുമെന്നല്ല, പരിപൂർണരാക്കിയിരിക്കുന്നു. നമ്മെ അവനിൽ പരിപൂർണരാക്കിയിരിക്കുന്നു. We are perfect in him. Colossians 2:10 എന്ന് വായിച്ചെങ്കിൽ 2:10, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായവനിൽ, തലയായ ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരാകുമെന്നല്ല, നിങ്ങളെ പരിപൂർണരാക്കിയിരിക്കുന്നു. റിമെമ്പർ, കിട്ടുമെന്ന് പറഞ്ഞ് ആരും നിങ്ങളെ വഞ്ചിക്കരുത്. നാളെയാണെന്ന് പറഞ്ഞുള്ള സുവിശേഷം നിങ്ങളെ മുക്കിക്കളയില്ല. ഓ, നാളെ അനുഗ്രഹം, നാളെ കഴിഞ്ഞ അനുഗ്രഹം എന്ന് പറയുന്നത് ദൂത് കേൾക്കാൻ നിങ്ങളാരും പോകല്ലേ. You are blessed in Christ with all the heavenly blessings. നിങ്ങൾ ക്രിസ്തുവിനാൽ സ്വർഗ്ഗത്തിലെ സകല, you are blessed. ഇതാണ് ക്രിസ്തീയ ജീവിതം. ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അനുഭവിക്കുന്നത് കാണാൻ അപ്പം കാത്തിരിക്കുന്ന ക്രിസ്തീയ ജീവിതം. എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് എന്റെ മോൻ അതൊന്ന് അനുഭവിക്കുന്ന എനിക്ക് കാണണമെന്ന് പറഞ്ഞ് ആ നോക്കിയിരിക്കുന്ന അപ്പനാ എന്റെ അപ്പൻ. അല്ലാതെ മരുഭൂപ്രയാണത്തിന് ഗൂഗിൾ മാപ്പ് കൈ തന്നിട്ട് എങ്ങനെയാണ് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിട്ട് പോയ ദൈവമല്ലത്. നമ്മൾ അങ്ങനെ കേട്ടിരിക്കുന്നത്. മരുഭൂമി വെച്ച് കർത്താവ് നമ്മളെ കണ്ടു. ഗൂഗിൾ മാപ്പ് എടുത്ത് കയ്യിലോട്ട് തന്നിട്ട് പറഞ്ഞു, അടിച്ചോ, തപ്പി പോസ്റ്റ് കോഡ് എല്ലാം അടിച്ചടിച്ച് നീ വേണേ പോരെ. കണ്ട ഉടനെ തോളിലോട്ട് എടുത്തു വെച്ചിട്ട് പറഞ്ഞു, നീ ഇനി നടക്കണ്ട, നിനക്ക് വരാൻ ഞാൻ നടക്കാം. What a mighty God we serve. What a mighty God we serve.
He is what a mighty God. Hallelujah. തോളിലെടുത്ത് തന്നെ വെച്ചിട്ട് എന്നെ താഴെ കയറ്റി വിട്ടിട്ട് ലിഫ്റ്റ് കയറി മുകളിലോട്ട് വരാൻ പോലും പറഞ്ഞില്ല കേട്ടോ. അവന്റെ മടിയിൽ എന്നെ എഴുതി പറഞ്ഞു, ഒരിക്കൽ പോലും ഇനി നീ നടക്കുകയല്ല, നിന്നെ ഞാൻ നടത്തുക. എന്റെ കയ്യിലാണ് നീ ഇരിക്കുന്നേ. കർത്താവേ, ഞാൻ ഒറ്റയ്ക്കായിരുന്നപ്പോ ഒരു കാൽപാതമേ കണ്ടല്ലോ, നീ എന്നെ ഇട്ടേച്ച് പോയതാണ്. നോ മോനെ, ഇല്ലടാ, ആ കാൽപാത എന്റേതായിരുന്നു. കർത്താവേ, അപ്പൊ ഞാനെവിടായിരുന്നു? നീ എന്റെ തോളിലായിരുന്നു. ഇതാ മോനെ ക്രിസ്ത്യൻ ജീവിതം. ഈ ജീവിതത്തിലേക്ക് യേശു നിന്നെ വിളിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. മതം ഇതിനെ ഒത്തിരി വികലമായി നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടാകാം. മതവും ലീഗലിസ്റ്റുകൾ നിന്നെ ഒത്തിരി വിരുദ്ധമായി ഇത് പഠിപ്പിച്ചിട്ടുണ്ടാകാം. ലീഗലിസ്റ്റുകൾ പറഞ്ഞേക്കാം, ഇതൊന്നു വെച്ച് രണ്ടെടുക്കുന്ന ജീവിതമാണ്, ഇത് ലോട്ടറി കച്ചവടം പോലെയാണ്, നാളെയാണ് നാളെയാണ് നാളെയാണ്, ലാസ്റ്റ് നാളെ നാളെ കഴിഞ്ഞു അതിന്റെ നാളെ ഇത് കാണാത്തപ്പം ഈ യേശുവിന്റെ സ്നേഹത്തിൽ ഒരു പക്ഷെ അകന്നു പോകാൻ സാധ്യതയുണ്ട്. ഈ ദൈവം ക്രൂരനാന്ന് പറഞ്ഞ്. പക്ഷെ ഓർക്കാൻ ഒരിക്കലും അല്ല, അവർ പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഈ ജീവിതം എന്തോ നേടാൻ വേണ്ടിയുള്ള ജീവിതമല്ല, നേടിക്കഴിഞ്ഞ ജീവിതമാണ്. ഹല്ലേലൂയ. സ്വർഗം പോലും, റിമെമ്പർ ദ വേർഡ്, സ്വർഗം പോലും സജിത്തിന് വാക്തത്വമല്ല. ഞാൻ സ്വർഗതലങ്ങളിൽ ഇരുത്തപ്പെട്ടവന്. അവധിക്ക് ഞാൻ വാക്ക ക്ലോസ് 2:7 വചനം പറയുന്നു, എഫെസ്യർ 2:7 വചനം പറയുന്നു, വരും കാലഘട്ടങ്ങളിൽ തന്റെ കൃപയുടെ വലിപ്പത്തെ കാണിക്കേണ്ടതിന്, കൃപയുടെ അത്യന്തധനത്തെ കാണിക്കേണ്ടതിന് യേശുവിനോട് കൂടെ എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗതലങ്ങളിൽ ഇരുത്താം എന്നല്ല, ഇരുത്തുകയും ചെയ്തുവല്ലോ. വായിച്ചു വേണമെങ്കിൽ 2:7 വായിച്ചു. ആരാ എടുത്ത് പെട്ടെന്ന് വായിച്ചു? 2:7 വായിച്ചു. എഫെസ്യർ 2:7. ക്രിസ്തുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ. അതിന് മേലുന്ന വാക്യം പോലെ വായിച്ചോളെ. ക്രിസ്തു യേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന്. കണ്ടോ, എന്നാ ഇത് വരും കാലഘട്ടങ്ങളിൽ തന്റെ കൃപയുടെ ഗ്രേസിന്റെ അബണ്ടൻസ്. കൃപയുടെ വലിപ്പത്തെ ഇത്രയും വലുതായി ഗ്രേസ് ഡോക്ടർ എന്ന് കാണിക്കേണ്ടതിന്, ഗോസ്പൽ ഓഫ് ഗ്രേസിന്റെ പ്രഷ്യസ്നെസ് അറിയിക്കേണ്ടതിന്. എന്നാ ചെയ്തു നോക്കി വരും കാലഘട്ടങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് എന്നെ സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. പറഞ്ഞാണ്ട് എന്തിനാ പറഞ്ഞത്? എങ്ങനെയും ഒന്ന് സ്വർഗത്തിൽ പോയി പെടുന്നവരല്ല, ഇരുത്തപ്പെട്ടവരാ നിങ്ങൾ. അപ്പൊ സ്വർഗത്തിലാണ് നമ്മൾ ഇരുത്തപ്പെട്ടിരിക്കുന്നത്. അവിടെ ഇരുത്തപ്പെട്ടിട്ട് ഭൂമിയിൽ അംബാസഡർ ആയിട്ട് അയച്ചിരിക്കുക. അവിടുത്തെ സ്വർഗത്തിന്റെ അംബാസഡർ ആയിട്ട് ഭൂമിയിൽ അയച്ചിരിക്കുക. ഇവിടുത്തെ ജോലിക്ക് വേണ്ടി വിട്ടിരിക്കുന്ന. ഹലോ, സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിട്ട് ഭൂമിയിലെ അംബാസഡർ ആയിട്ട് വിട്ടിരിക്കുക. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സ്വർഗത്തിന്റെ അംബാസഡർ ആയിട്ട് ഭൂമി വിട്ടിരിക്കുക. ഹേ, ഒന്ന് വിട്ടിരിക്കുക. ഹല്ലേലൂയ. നിങ്ങളിപ്പോ സിംഗപ്പൂരിൽ തന്നെ കേൾക്കുന്നു. ഓർക്കുക, കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ അംബാസഡറായിട്ട് ഇന്ത്യയിൽ ഇരുത്തപ്പെട്ട ഒരാൾ സിംഗപ്പൂർ വരുന്നു ഒരു മിഷന് വേണ്ടി, ഇന്ത്യയെ പ്രതിനിധീകരിച്ച്. എന്തിനാ? ഇന്ത്യയുടെ കാര്യങ്ങൾ ഇവിടെ നടത്താൻ വേണ്ടി. ഓക്കെ, അതിന്റെ അർത്ഥം ആയുസ് മുഴുവൻ അയാൾ ഇവിടെ ആയിരിക്കുന്നതാണോ? അല്ല. അയാൾ എന്ത് ചെയ്യേണ്ടതാണ്? തിരിച്ചു പോകേണ്ടതാണ്. അയാളെ വിട്ടപ്പോഴും ഭയങ്കര ആഘോഷമായിരുന്നു, അയാളെ തിരിച്ചു വിളിക്കുമ്പോഴും അതിലും വലിയ ആഘോഷമായിരിക്കും. അതാ ദൂതനെല്ലാം കൂടെ വരുന്നത് മേളിൽ നിന്ന്. ഗംഭീരനാഥത്തോടും ഗംഭീരനാഥം, ഭയങ്കര നാഥം, കാവളം ഒക്കെ ഉണ്ടാവും. കാരണം അംബാസഡർ തിരിച്ചു വരിക, അയച്ച ആള് തിരിച്ചു വരിക. അതാ ഇനി നടക്കാനിരിക്കുന്നത്. അതല്ലാതെ സ്വർഗപ്രവേശനമല്ല. സ്വർഗപ്രവേശനമൊക്കെ എന്നെ നടന്നാ പോയി ഇവിടെ മാറിയില്ലല്ലോ. 3 ദിവസം കൊണ്ട് ഞങ്ങളെ ഒരു വഴിക്ക് ആക്കും. ഓർമ്മ. പക്ഷെ അതൊരു വഴിയായിരിക്കും. അത് യേശു പറഞ്ഞ വഴിയായിരിക്കും. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞ് ആ വഴിയിൽ നിങ്ങൾ എത്തുക തന്നെ ചെയ്യും. ഒരു ഡൗട്ടും വേണ്ട. കർത്താവ് അനുവദിച്ചു തന്നിരിക്കുക ഈ സമയം. കരമടിച്ചത് യേശുവിനെ നന്ദി. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ഒരു രാജ്യത്തിന്റെ അംബാസഡർ തിരിച്ചു വരുന്നത് കണ്ടിട്ടുണ്ടോ? അയ്യോ, ഒന്ന് കാണണം. ഒരു രാജ്യത്തിന്റെ അംബാസഡറായിട്ട് അയക്കപ്പെട്ട ആള് ആ രാജ്യത്തിന് തിരിച്ചു വരുമ്പോണ്ടല്ലോ, ഫുൾ രാജ്യവും സൈന്യവും എല്ലാം കൂടെ അയാളെ സ്വീകരിക്കുന്നത്.
സിംഗപ്പൂർ ഇന്ത്യയുടെ അംബാസഡർ ഇത്ര വർഷമായിരുന്നു. Now he is coming back. അദ്ദേഹം തിരിച്ചു വരികയാണ്. ലെറ്റ്സ് ഹാവ് വെടിവെക്കുന്നു, ഭയങ്കര പരിപാടി, ആഘോഷം. ഈ പടയാളികളെല്ലാം സെയിം തിങ് ആണ് സംഭവിക്കാൻ പോകുന്നത്. സ്വർഗത്തിൽ ഇരുത്തപ്പെട്ട എന്നെ ഒരു മിഷന് വേണ്ടി ഇവിടേക്ക് അതിന്റെ അംബാസഡറായിട്ട്, നിങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിൽ, സിറ്റിസൺഷിപ്പ് അവിടെ, പൗരത്വം സ്വർഗത്തില്. ഓക്കെ, ഇങ്ങോട്ട് എന്തിനാ അയക്കപ്പെട്ടു? ഇങ്ങോട്ട് അയക്കപ്പെട്ടത് സ്വർഗം ഭൂമിയിൽ സ്ഥാപിക്കാൻ, അവിടുത്തേതായിട്ട് ഇവിടെ കാണിക്കാൻ, പ്രതിഫലിപ്പിക്കാൻ എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുക. അതിന്റെ അർത്ഥം ഞാൻ ഇവിടം കൊണ്ട് തീരുവെന്നല്ല, ഇവിടം കൊണ്ട് ഒരുത്തരും തീരത്തില്ല. ഞാൻ എന്നെ അയച്ച മിഷൻ ഭൂമിയുടെ അറ്റത്തോളം രാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുന്ന അന്ന് വരും എന്നെ കൊണ്ടുപോകാൻ വേണ്ടി. ആരാ അയച്ചവൻ? അന്ന് എന്നെ കൊണ്ടുപോകും. അന്ന് വലിയ അകമ്പടിയോടുകൂടിയാ സംഭവിക്കും. ഇത് മാത്രമേ ഇനി കർത്താവിന്റെ വരെ സംഭവിക്കാനുള്ളൂ. ഹലോ, ഇത് മാത്രമേ ഇനി കർത്താവിന്റെ വരെ സംഭവിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചോളം കർത്താവിന്റെ വരണം പറയുന്നത് അതിനെക്കാട്ടിൽ എനിക്ക് ഇമ്പോർട്ടന്റ് ഇവിടുത്തെ ഡ്യൂട്ടിയാണ്. കാരണം ഭൂമിയുടെ അറ്റത്തോളം രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാതെ അവസാനം വരത്തില്ല. രാജ്യത്തിന്റെ സുവിശേഷം അറ്റ് എനി കോസ്റ്റ് ഭൂമിയുടെ അറ്റത്തോളം എത്തിക്കുക. അതിന് ഇന്റർനെറ്റോ വെബ്കാസ്റ്റോ ടെലകാസ്റ്റോ ഫേസ്ബുക്കോ ട്വിറ്ററോ ഇനൊന്നുമില്ല, എന്നാ കിട്ടിയാൽ ഉപയോഗിക്കും. I'm here with the mission to establish His heaven in this earth, kingdom on earth, kingdom of heaven on earth. സ്വർഗത്തെ ഭൂമിയെ സ്ഥാപിക്കുക. ആ മിഷനിലാണ് ഞാനായിരിക്കണം. അന്ന് പറഞ്ഞു, ആ മിഷനിലാണ് ഞാനായിരിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇവിടെ വ്യക്തമായിട്ട് പറയാം, നിങ്ങളെ വിടുവിച്ചു പ്രിയരെ, നിങ്ങളെ കർത്താവേ കർത്താവേ ഒരിക്കലും ഇനി ഡൂവിൽ പോയിട്ട് നിന്നെ ക്രൂശിക്കാൻ ഞങ്ങളില്ല കർത്താവേ. We believe in your finished work. Thank you, Jesus. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, I believe in the finished work of Jesus. യേശു ക്രൂശിൽ എനിക്ക് വേണ്ടി സകലവും ചെയ്തു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ മക്കളും ഒന്ന് ചേർന്ന് പറഞ്ഞു, യേശു ക്രൂശിൽ എനിക്ക് വേണ്ടി, വായി തുറന്ന് പറ, യേശു ക്രൂശിൽ എനിക്ക് വേണ്ടി സകലം സകലം ചെയ്തു കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉറക്കെ പറ, യേശു എനിക്ക് വേണ്ടി ഒന്നും വിടാതെ സകലവും ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ, ഇവിടുത്തെ ജീവിതത്തിന് അവിടുത്തെ ജീവിതത്തിന് വേണ്ടിയതൊക്കെ സകലവും യേശു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഈ നോളജിലേക്ക് ഒന്ന് പ്രവേശിക്കാൻ പോവാം കേട്ടോ. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് ഞാൻ ഇപ്പൊ ഈ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യാം. പിന്നെ ഞാനിത് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ വിശദീകരിക്കാം. ആ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്ക് നിങ്ങളൊന്ന് വന്നാലേ. നോളജ് പറഞ്ഞു, നോളജ്, പരിജ്ഞാനം, അറിവ്. പറഞ്ഞ അറിവ്, അവർക്ക് പറ അറിവ്. യേശു നിങ്ങൾക്ക് എന്തെല്ലാം തന്നു കഴിഞ്ഞു എന്ന അറിവിൽ നിങ്ങൾ തികഞ്ഞു വരണം. അല്ലേ അല്ലേ, അങ്ങനെയല്ലേ വായിച്ചത്? ഒന്ന് വായിച്ച് അവസാനിപ്പിച്ചു. ഇത്ര വാക്യത് ക്ലോസിയർ 1:10 വാക്യം. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. അവന്റെ അതൊക്കെ വിശദീകരിക്കണം എന്നുണ്ടായത്. ഇഷ്ടത്തിന്റെ പരിജ്ഞാനം, അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞ അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം, ഇഷ്ടത്തിന്റെ പരിജ്ഞാനത്തിൽ നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിക്കും ഉണ്ടോ അവിടെ കൊണ്ടുവരുന്ന ചിന്ത. ഈ പൊളയും തിയോളജിയുടെ പൊളയും തോട്ടിന്റെ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ഒരു ചെറിയ പദമായിരിക്കും, പക്ഷെ ഒരു വലിയ ആശയമായിരിക്കും പറഞ്ഞത്. ഒരു ചെറിയ പദം അവിടെ ഇട്ടിട്ടുണ്ട്, ഒരു ടിസ്റ്റ് അവിടെ കിടന്നുണ്ട്, തിരിക്കാൻ വേണ്ടി ഒരു സാധനം അവിടെ കിടന്നുണ്ട്. ഇത് കാണുന്നതാണ് കേട്ടോ ക്രൈസ്. ഈ വചനത്തോടെ അങ്ങ് ക്രൈസ് ആയി കഴിയുമ്പോൾ ഇതിങ്ങനെ തപ്പി കണ്ടുപിടിക്കുന്നതാണ് നമുക്ക് ലഹരി. അപ്പൊ അവിടുത്തെ ലിസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഒന്ന് പിടിച്ചേ. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ചു. സൽപ്രവൃത്തി എന്ന് പറയുന്നതിന് പറഞ്ഞ ശേഷം പുള്ളിക്കാരൻ പറയുന്നത് ഇത് ഫലം കായ്ക്കുക. സൽപ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലോട്ട് വരുന്ന ശ്രമമാണ്. ഞാൻ ചെയ്യണം. അവിടെ ക്ലിയർ ആയിട്ട് പറയും, ഇത് ശ്രമമല്ല, ഇത് ഫലമാണ്. ഇത് ഫലമാണ്. ശ്രമം എന്നാ, ഫലം എന്നാ? ശ്രമം എന്റേതും ഫലം വിത്തിൻ്റെതുമാണ്. ശ്രമം എന്റേതും ഫലം വിത്തിൻ്റെതുമാണ്. പറഞ്ഞ വിത്ത് ഏതാ? ജീസസ്.
സൽപ്രവൃത്തി ചെയ്യണമെന്ന് പറഞ്ഞു ഇവിടെ അല്ലെ? സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച്. സകല സൽപ്രവൃത്തിയിലും കേട്ടോ, ഉറക്കെ പറഞ്ഞേ, സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച്. ദൈവത്തെക്കുറിച്ചുള്ള സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ചാൽ, ഫലം കായ്ക്കണമെങ്കിൽ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. അർത്ഥമല്ല, പരിജ്ഞാനം എന്ന വാക്കൊക്കെ അങ്ങ് വിടാൻ, പരിജ്ഞാനം എന്ന വാക്കൊക്കെ അങ്ങോട്ട് വിട്ടിട്ട് ഈ ഒരൊറ്റ പദം നിങ്ങൾ എടുക്കുക. സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ഞാൻ വളരണമെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു അവനെ ഒന്ന് അറിയാം. ഇറ്റ്സ് വെരി സിമ്പിൾ നോളജ്. ഒന്ന് പറഞ്ഞു, അവനെ ഒന്ന് അറിയാം. ഒന്നറിയാം, നമുക്ക് ഒന്നറിയാം, ഒന്നറിയാം. ആ അറിവ് നിങ്ങളെ ആൾ മാറ്റും, എനിക്ക് ഉറപ്പാണ്. ഈ അറിവ് ആർക്കും വായിക്കാൻ പറ്റാത്ത ചിലത് നിങ്ങളെ സൃഷ്ടിക്കും. ഈ അറിവ് ചോർത്തിക്കളയാത്ത എന്തൊക്കെയോ നിങ്ങൾ നിക്ഷേപിക്കും. ഞാൻ വാക്ക് പറയുന്നിവിടെ വെച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഇന്ന് വരെ ക്രിസ്ത്യൻ ലൈഫിനെ ഒരു ഫെയിലിയർ ആയിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒരു സക്സസ്ഫുൾ വിക്ടോറിയസ് ലൈഫ് യേശുവിന് തരാനായിട്ട് താല്പര്യപ്പെടും. എൻ്റെ കൂടെ ഒന്ന് സ്തോത്രം ചെയ്യാൻ താല്പര്യമുണ്ടോ? 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 Lord, we love you. You are worthy to be praised. You are awesome in this place. You finished everything on behalf of me on the cross. You finished everything. Oh, Jesus. Praise His holy name. അവന്റെ നാമത്തെ സ്തുതിച്ചു. പെട്ടെന്ന് 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 നന്ദി പറയുന്നവരാകണമെന്നല്ലേ പറഞ്ഞു. ഒന്ന് നന്ദി പറഞ്ഞേ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എന്റെ കൂടെ ഒന്ന് സ്തോത്രം ചെയ്യാനായിട്ട് ചാടി എഴുന്നേറ്റുണ്ട്. ജീസസ് 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 ജീസസ്. Anointing of God is pretty. Jesus. സകല ജ്ഞാനത്തിലും വിവേകത്തിലും സകല പരിജ്ഞാനത്തിലും നിറഞ്ഞ് 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 സകല സൽപ്രവൃത്തിക്കും ഫലം കായ്ച്ചുള്ള ആത്മീയ ജീവിതത്തിലേക്ക് ഒന്ന് നടന്നേ. ഇന്ന് ഈ പകലത്തെ സെഷനിൽ തന്നെ ഊഹിക്കാൻ പറ്റാത്ത രോഗസൗഖ്യങ്ങൾ ശരീരങ്ങളുടെ മേൽ നടക്കുവാൻ പോകും. കാരണം ഈ വചനം അത്രമേൽ നിങ്ങളുടെ മേൽ ഇറങ്ങി നിൽക്കുന്നു. ഈ വചനം അത്രമേൽ നിങ്ങളുടെ മേൽ ഇറങ്ങി നിൽക്കുന്നു. നിങ്ങളിൽ പലരെയും ഈ വചനം ഇപ്പോൾ സ്പർശിക്കുന്നു. യേശുവിനെ കുറിച്ചുള്ള അറിവിനകത്ത് നിങ്ങളെ തികഞ്ഞവരാക്കുന്നു. ആ കൃപ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വ്യാപരിച്ചു. മനസ്സിനെ ഒന്ന് ഏകീകൃതമാക്കാം. കണ്ണുകളെ ഒന്ന് തുറക്കാം. ആ രണ്ട് കരങ്ങളെ ഒന്ന് വിരിച്ചു പിടിക്കാം. കണ്ണുകളെ തുറക്കാം. യേശുവിനെ നോക്കാം. യേശുവിനെ നോക്കാം. യേശുവിനെ നോക്കാം. ഓ ജീസസ്. ഒരു നിലത്തൊരു വിത്ത് വീണ് അത് പൊട്ടിക്കിളിർക്കുന്ന പോലെ നീ സ്വീകരിച്ച യേശുവാകുന്ന വിത്ത് നിന്റെ ഉള്ളിൽ കാത്തി പടരുന്നു. അത് വളർന്നു കയറുന്നു. Jesus, name above all name, beautiful Savior. Praise
His name. Glorious Lord. His name is Emmanuel. Emmanuel. Jesus is with us. God is with us. Perfect Redeemer. Perfect Redeemer. He is glorious Lord. Glorious. His name is Jesus. He has finished everything on the cross. Name above all names. Beautiful Savior. Glorious Lord. Emmanuel. Glorious Lord. Jesus. Jesus. Melayadam. Sulzerus. Rajadirajan. Jesus is with us. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഈ സമയത്ത് അസാധാരണമായി പരിശുദ്ധാത്മാവിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കും. സകല പരിജ്ഞാനത്തിലും His wisdom is moving. His love is moving. God is making you perfect in Him. Perfection of Jesus is moving. രോഗികളായിട്ട് വന്നിരിക്കുന്ന മക്കളെ, ഈ അറിവ് കൊണ്ട് നിങ്ങളുടെ അകം നിറച്ചാട്ടെ. ഞാൻ യേശുവില പറഞ്ഞ, ഞാൻ യേശുവില, ഞാൻ യേശുവില, ഞാൻ യേശുവില. ഒന്ന് പറഞ്ഞേ, ഞാൻ യേശുവില. യേശു എന്നില. ഒന്ന് പറഞ്ഞേ, ഞാൻ യേശുവില. യേശു എന്നില. ഉറക്കെ പറ, ഞാൻ യേശുവില. യേശു എന്നില. യേശു എന്നിൽ സൗഖ്യമാ. യേശു എന്നിൽ ആരോഗ്യമാ. യേശു എന്നിൽ സൗഖ്യമാ. യേശു എന്നിൽ ആരോഗ്യമാ. യേശു എന്നിൽ സമ്പത്താ. യേശു എന്നിൽ എല്ലാമാ. യേശു എന്നിൽ എല്ലാമാ. യേശു എന്നിൽ കർത്താവാ. യേശു എന്നിൽ രാജാവാ. യേശു എന്നിൽ കർത്താവാ. യേശു എന്നിൽ രാജാവാ. യേശു എന്നിൽ കർത്താവാ. യേശു എന്നെ ഭരിക്കുന്നു. യേശു എന്റെ അപ്പനാണ്. യേശു എന്റെ എല്ലാമാണ്. യേശുവിൽ ഞാൻ നീതിമാൻ. യേശുവിൽ ഞാൻ പരിപൂർണ്ണൻ. യേശുവിൽ ഞാൻ നീതിമാൻ. യേശു എന്റെ നീതിയാണ്. യേശു എന്നെ പെർഫെക്റ്റ് ആക്കി. യേശുവിൽ ഞാൻ പെർഫെക്റ്റ് ആണ്. യേശു എന്നെ പെർഫെക്റ്റ് ആക്കി. യേശുവിൽ ഞാൻ പെർഫെക്റ്റ് ആണ്. യേശുവിൽ ഞാൻ
യേശു എന്നിലെല്ലാമാണ്, യേശു എന്നിലെല്ലാമാണ്, യേശു എന്നിലെല്ലാമാണ്, യേശു എന്നിലെല്ലാമാണ്, യേശു എന്നിലെല്ലാമാണ്, യേശു എന്നിലെല്ലാമാണ്. യേശുവിൽ ഞാൻ സമ്പൂർണ്ണൻ, യേശുവിൽ ഞാൻ തികഞ്ഞവൻ, യേശുവിൽ ഞാൻ യോഗ്യനായി, യേശു എന്നെ പെർഫെക്റ്റ് ആക്കി, യേശു എന്നെ പ്രാപ്തനാക്കി, യേശു എന്നെ വിടുവിച്ചു. അന്ധകാരത്തിൽ നിന്ന് അന്ധകാരം കാണാനില്ല, അത്ഭുത പ്രകാശം വന്നു കഴിഞ്ഞു. യേശുവിൽ ഞാൻ പുതിയതാ, യേശു എന്നെ തൊട്ടേ, യേശു എന്നെ യേശു എന്നെ തൊട്ടേ. ഞാനാകെ ആള് മാറി, യേശു എന്നെ ആള് മാറ്റി. എനിക്കൊന്നും അറിയില്ല, യേശു എന്നെ ആള് മാറ്റി, യേശു എന്നെ ആള് മാറ്റി. തീർച്ചയായിട്ടും ഭയങ്കര ജീവിതം പോലെ. ഹല്ലേലൂയ. എല്ലാരും ചോദിക്കുന്നു, എന്താ ഇത്രയേറെ സന്തോഷിക്കാൻ? എനിക്കല്ലേ അറിയൂ, യേശുവിൽ ഒരു ജീവിതമുണ്ട്. എനിക്കല്ലേ അറിയൂ, യേശുവിൽ ഒരു ജീവിതമുണ്ട്. ആ ആ ആ എനിക്കല്ലേ അറിയൂ, യേശുവിൽ ഒരു ജീവിതമുണ്ട്. എല്ലാരും ചോദിക്കുന്നു, ഇത്രയും പേരാ തുള്ളിച്ചാടുന്നത്, ഇത്രയും പേരാ ചിരിക്കുന്നത്, ഇങ്ങനെയാ സന്തോഷിക്കുന്നത്, എന്തിനാ ഇങ്ങനെ കൈകൊട്ടുന്നത്? എനിക്കല്ലേ അറിയോ, യേശുവിന്റെ ജീവനാ, യേശുവിന്റെ ജീവനാ, യേശു എന്റെ ജീവനാ. യേശുവിന്റെ ജീവനാ, യേശുവിൽ ഒരു ജീവിതമുണ്ട്. പെട്ടെന്ന് രോഗികളായിട്ട് വന്നിരിക്കുന്ന മക്കളെ, രോഗികളായിട്ട് വന്നിരിക്കുന്ന മക്കളെ, ഗെറ്റ് റെഡി. ജസ്റ്റ് ഒരു ബ്രദറും വന്ന് കൈവക്കേണ്ട ഗതികേട് നിങ്ങൾക്ക് ഇന്നില്ല. ബിലീവ് യുവർ ഹാൻഡ്. നിങ്ങളുടെ വിശുദ്ധനായ നിന്റെ കരത്തെ നീ വിശ്വസിച്ചാട്ടെ, കൈവച്ചാട്ടെ. നിന്റെ രോഗമുള്ള സ്ഥലത്ത് നിന്റെ കൈവച്ചാട്ടെ. ഇപ്പൊ നിന്റെ രോഗം അവിടുന്ന് അഴിയും. എത്ര മാരകമായതാണെങ്കിലും അതിന്റെ കെട്ടുന്ന കൊട്ടും. അത്രമേൽ യേശുവിന്റെ ഗ്ലോറി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. കേൾക്കാത്ത ചെവികളിൽ കേൾക്കും, കാണാത്ത കണ്ണുകൾ കാണും. കാരണം 2013 വർഷങ്ങൾക്ക് മുമ്പ് ചെവിയെ തുറന്ന് കണ്ണിനെ തുറന്ന് യേശു കാൽവരി ക്രൂശിൽ സകലം വഹിച്ചു കഴിഞ്ഞതാണ്. ഇനി ബലഹീനരായിരിക്കേണ്ട ആവശ്യമില്ല. അറിവുകേടിൽ മാത്രമേ
ബലഹീനതയിൽ തുടരാൻ കഴിയുള്ളൂ. പെട്ടെന്ന് കൈവച്ച് നിങ്ങൾ തന്നെ വിളിച്ചിറക്കി വിട്ടാൽ രോഗമേ ഇറങ്ങി പുറത്തു പോവാ. കാരണം ഇത് കർത്താവിന്റെ ശരീരമാണ്. യേശുവിന്റെ നാമത്തിൽ ചെസ്റ്റ് പെയിനുകൾ വിട്ടുമാറട്ടെ. ചെസ്റ്റ് പെയിനുകൾ വിട്ടുമാറട്ടെ. I am the temple of God. I am the permanent dwelling place of God Almighty. He dwells in me. I am the permanent dwelling place of God. Amen. Hey, remember, you are the permanent dwelling place of God. Receive it right now. It's not your responsibility, it's His responsibility to heal. Jesus, take it in Jesus' name. Take it in Jesus' name. Take it in Jesus' name. I can see that Holy Spirit is moving. Jesus. Anointing of the Holy Spirit is moving. Thank you. Call that sister. Hallelujah. Come. I want to minister you. Sit with me here. Anointing is moving. Amen. Hallelujah. See, Holy Spirit is revealing me like this. Look here. Holy Spirit is revealing me like this. You have severe pain. Just is it true? I have a lung condition. It's for last how many years? For the last 9.5 years. Almost 10 years. Now, the pain is leaving. Amen. Hallelujah. You are receiving His fullness from God. Remember, report says you are weak, but His report, Bible says you are perfect. Amen. What doctor says, what doctor said is facts. Facts. What is he? What is who? But what Bible says is truth. Take your healing right now. Father, in the name of Jesus, Hallelujah. glorify your Son Jesus Christ. This is your time. Touch. Hallelujah. Touch right now. Touch right now. Touch right now. Yeah. It's living. Knowledge, you are receiving the knowledge right now. ജ്ഞാനം സ്വീകരിക്കുക. You are receiving the knowledge right now. Knowledge that you are healed by the stripes of Jesus. 2013 years back on the cross. Get it. Get it in Jesus' name. Jesus, receive it right now. Receive it. Surgery is going on. Surgery is going on. Amen. Touch of Jesus. Touch of Jesus. Live this body. You have to leave this body. ഇറങ്ങിപ്പോയി ശരീരത്തിൽ നിന്ന്. Yes. Jesus is living. Amen. It's living. The Spirit is living. Jesus. Come forward. Fast. Anointing of Jesus is coming.
See, you are right here. This one. God is restoring the hearing right now. Power of God is going to touch you. Right ear and right eye. Oh, power of God is going to touch you. Father, Jesus. Oh, just easy. Oh, the power of God is moving. Take. Give me. Take it. Take it. Take it in Jesus' name. According to the report of God, this woman of God is perfect in Christ. According to the report of God, this woman of God is perfect in Christ. Restoring hearing in the name of Jesus. Restoring hearing in the name of Jesus. Restoring sight in the name of Jesus. Restoring sight and hearing in the name of Jesus. Restoring it right now. In the name of Jesus. Restoring it right now. Restoring it. We're restoring it in the name of Jesus. We're restoring it in the name of Jesus. Take it. 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 Yeah. The Spirit is living. That Spirit is living. That Spirit is living. Take it. Take it. Take it in Jesus' name. Take it in Jesus' name. Sister, you can check your body right now. So do what you cannot do before. I cannot do anything fast. I cannot do anything very fast. Before. Yes. Now do something fast. Jogging. It's like jogging. What do you feel? I feel good. You're perfect. Amen. Hallelujah. Thanks to Jesus. Verena. Kunyammoൾ. Mary. മേരിമ, ഞാൻ രണ്ട് കാര്യം കണ്ടിട്ടാണ് നിങ്ങളെ വിളിച്ചത്. ഒന്ന്, ജീസസ് ഇതിന്റെ ഹിയറിംഗ് റെസ്റ്റോർ ചെയ്യുന്ന ഞാൻ. രണ്ട്, ഈ കണ്ണിന്റെ സൈറ്റ് റെസ്റ്റോർ ചെയ്യുന്നത്. ഇതിനെ കേൾവി എപ്പോഴാണ് പോയി? ഇതിനെന്നാ പറ്റിയത്? എന്ന് മുതലാണ് ആരംഭിച്ചത്? ഓക്കെ. ഈ കണ്ണിന്റെ 1 year. കർത്താവ് റെസ്റ്റോർ ചെയ്തിരിക്കുന്നു. എന്നെ ഒന്ന് കണ്ടേ. എന്റെ ചെവി എന്തോട്ടെ, എന്റെ മൂക്ക് എന്തോട്ടെ. കുത്താൻ പറഞ്ഞില്ലല്ലോ. ജീസസ്. Hallelujah. Women of God. Jesus. Women of God. Women of God. Women of God. You are called for the revival. God is going to use you so mightily the finished work of Jesus. Hallelujah.
Jesus. Jesus is restoring. Jesus is restoring. Power of God is restoring. Jesus' name. Jesus' name. Amen. Hallelujah. Wonderful. Jesus is moving in the midst of us. Those who are watching me online, let me tell you something. Believe your hand first. Believe your hand first. You are the person called by God to perform miracles. Wherever it may be. The place is no matter. Right now, please lay where you found your sickness. Please lay your hand where you found your sickness right now. Father, here I'm praying for the people, those who are watching me online. Touch them. Fill them with the knowledge of the finished work of Jesus on the cross. No more do deals. It's all done deal in Christ Jesus. Thank you, Jesus. In Jesus' name. Amen. Thank you. God bless you.